നമസ്തേ. ഇറാൻ ഇസ്രയേൽ യുദ്ധം 10-ാം ദിവസത്തിൽ കനത്ത ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇറാൻ്റെ 6 വ്യോമത്താവളങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു. ഇന്നലെ US ആക്രമിച്ച ഫോർദോ ആണവ കേന്ദ്രത്തിലേക്കുള്ള റോഡുകൾ ഇന്ന് തകർത്തു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ ആസ്ഥാനവും ആഭ്യന്തര സുരക്ഷാ ഇൻ്റലിജൻസ് കാര്യാലയവും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. സയ്യദ് അൽ ഷുഹദ കോർ ആസ്ഥാനം ഛിന്ന ഭിന്നമാക്കി. ഒപ്പം വ്യോമത്താവളങ്ങളിൽ നടന്ന ആക്രമണത്തിൽ F-14, F-15 ഫൈറ്ററുകളും AH-1 ഹെലികോപ്റ്ററുകളും തകർത്തു. ഭൂഗർഭ ഫ്ലൈറ്റ് ഹാങ്ങറുകളും റൺവേകളും തകർക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. അതിനിടെ ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിയന്ത്രണത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറാനുള്ള ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യ ഇറാന് നയതന്ത്ര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇറാന് നേരിട്ട് ആണവായുധം നൽകാൻ തയ്യാറുള്ള രാജ്യങ്ങളുണ്ട് എന്ന റഷ്യയുടെ പരാമർശം ശ്രദ്ധേയമാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് തകർച്ചയിലാണെന്ന് ഇറാനിലെ കിരീടാവകാശി രസ പാഹ്ലവി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്ക്യാൻ നരേന്ദ്രമോദിയുമായി ഇന്ന് ഫോണിൽ സംസാരിച്ചു. ഇന്നത്തെ ഡെവലപ്മെൻറ്റ് ചുരുക്കത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ചർച്ച ചെയ്യാം. വിദേശകാര്യ വിദഗ്ധരായ ഡോക്ടർ കെ ജയപ്രസാദ്, നിർമ്മൽ എബ്രഹാം, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇസ്രയേലിൽ നിന്നും ജിബി യോഹന്നാൻ, ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്നും ഐസൻ ജോസ് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ആദ്യം ജിബി യോഹന്നാനിലേക്ക് പോവുകയാണ്. ജിബി, ഇസ്രായേലിലെ അവസ്ഥ എന്താണ്? ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണ്? ഞങ്ങൾ പറയുന്ന കാര്യം യാതൊരുവിധ പരിഭവങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെ അതേ രീതിയിൽ ഞങ്ങളുടെ വീടുകളിലും എല്ലായിടത്തും എത്തിക്കുന്ന ജനൻ ടിവിയോടും പ്രത്യേകിച്ച് സാറിനോടുമുള്ള നന്ദി ഇസ്രായേൽ മലയാളിയുടെ ഭാഗത്തു നിന്ന് പറയുകയാണ്. കാരണം പല ചാനലുകളും പൊടിപ്പിലും തേങ്ങലൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ ഏത് വാർത്തകളെയും വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ മലയാളികളുടെ വീടുകളിൽ ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾക്കൊക്കെ ഇപ്പം ജനൻ TV ആണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇനിയും കാര്യത്തിലേക്ക് വരാം. സത്യത്തിൽ ഈ അമേരിക്കയുടെ ഈ ഒരു ഇറാൻ ആക്രമണത്തിനു ശേഷം ഇറാൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നിലവിൽ 2 സമയങ്ങളിൽ, അതായത് ഇന്ത്യൻ സമയം, ഇസ്രായേൽ സമയം രാവിലെയും ഇന്നലെയും ഒക്കെ ആയിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ, അലാം സിസ്റ്റം, സേഫ്റ്റി റൂം, ഇതൊക്കെയായിട്ട് ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് തന്നെ ആ ഒരു ടൈം ടേബിൾ പ്രകാരം തന്നെ ഞങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇസ്രായേൽ മലയാളികൾക്കും ഇവിടുത്തെ സ്വദേശികൾക്കും വിദേശികളും സുരക്ഷിതരാണ്. ഈ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ സാധാരണക്കാരന്റെ ഭാഷയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കാര്യം ഞങ്ങൾ പ്രവാസ ജീവിതത്തിലേക്ക് വന്നത് ഇവിടെ നിന്നുകൊണ്ട് പച്ചയായ യാഥാർത്ഥ്യം പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ചില മീഡിയാസ് പറയുന്നത് പോലെ ഇവിടെ കത്തി അമർന്ന് ചാരത്തിന്റെ പുറത്ത് നിന്നുകൊണ്ടല്ല ഇസ്രായേൽ മലയാളികൾ സംസാരിക്കുന്നത്. ഞങ്ങളുടെ കേരളത്തിലെ പച്ചയായ ജീവിതങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിൽ വെച്ച് കടങ്ങൾ വീട്ടണം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ രോഗാവസ്ഥകൾ, അല്ലെങ്കിൽ വീട് പണിയണം, അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കണം, പെങ്ങളെ കെട്ടിക്കണം എന്നിങ്ങനെയുള്ള സാധാരണ ഒരു മലയാളി, എല്ലാ പ്രവാസികളെയും പോലെയുള്ള സാധാരണ മലയാളികളുടെ അതേ വികാരവും വിചാരവുമുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ മലയാളികൾ. പക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ന് ക്രൂശിക്കപ്പെടുന്നത് ഈ ഗ്രൗണ്ട് ലെവലിൽ ഇസ്രായേലിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയം മിസൈലുകളെ അല്ല, ഞങ്ങൾക്ക് ഭയം ഇറാനെ അല്ല, ഹമാസിനെയോ ഹൂതികളോ യമനിയോ ഒന്നുമല്ല. ഞങ്ങൾക്കിപ്പോൾ ഭയം ഞങ്ങളുടെ പേജുകളിൽ വന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ഇടുന്ന പോസ്റ്റ് ഇസ്രായേലാണ് സത്യമെന്ന പോസ്റ്റ് അല്ല, ഇസ്രായേലിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പച്ചയായ യാഥാർത്ഥ്യം ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇടുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ മലയാളികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരവരുടെ പേജുകളിൽ ഇതുപോലുള്ള നല്ല ചാനലുകളിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല സത്യം. ഈ സംസാരിക്കുന്ന ഈ ഞാനേ അല്ല, ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ല എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും പറയുന്നത്. ഞാനിപ്പോൾ പച്ചയായിട്ട് ഇവിടെ ഇരിക്കുന്നത് കണ്ടാൽ പറയും ഇത് A1 അല്ലെങ്കിൽ AI സാങ്കേതികത്തിൽ ആ ഒരു ടെക്നോളജി ഇരിക്കുന്നതാണ്, ഞാൻ പണ്ടേ മരിച്ചുപോയി എന്ന രീതിയിലൊക്കെയാണ് പലരും പറയുന്നത്. ഇത് അതുപോലെ തന്നെ ഇസ്രായേൽ മലയാളികളെ ഒരു വിഭാഗം മാത്രമാണ് കെയർ ഗീവർ ജോബ് ചെയ്യുന്നത്. ഇവിടെ അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലകൾ, അല്ലെങ്കിൽ ബേക്കറിയിൽ, എയർപോർട്ടിൽ, ക്ലീനിങ് സെക്ഷനിൽ, ഇങ്ങനെ വിവിധങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഇസ്രായേൽ മലയാളി സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അടിച്ചാക്ഷേപിച്ച് ജൂതന്റെ പറയാൻ പാടില്ല എങ്കിലും ജൂതന്റെ ബട്ടക്ക് കഴുകുന്ന ഒരു വിഭാഗമായിട്ട് ഞങ്ങളെ അടിച്ചമർത്തി വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ കയറി പരിഹാസം കാണിക്കുന്ന ഒരു ഇസ്രായേൽ
അല്ലെങ്കിൽ ഈ പറയുന്ന കേരള കുറെ തീവ്ര ചിന്താഗതിക്കാരുടെയും അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളും പച്ചയായ മനുഷ്യരാണ്. മിസൈലിന് ഞങ്ങൾക്ക് ഭയമുണ്ട്, ജീവനിൽ കൊതിയുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. എങ്കിലും സാറ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, ഇതുവരെ ഈ നിമിഷം വരെ ഞങ്ങൾ സുരക്ഷിതരാണ്. യെസ്, ഞാൻ ഡോക്ടർ ജയപ്രസാദിലേക്ക് പോവുകയാണ്. ഡോക്ടർ ജയപ്രസാദ്, ഈ ചോദ്യത്തിന് മറുപടി. നിലവിലുള്ള യുദ്ധ സാഹചര്യം ഇന്ന് നമ്മൾ കാണുന്നത് പോലെ അടുത്ത ദിവസങ്ങളും തുടരാനാണ് സാധ്യത. നയതന്ത്ര രംഗത്തൂടെ ഒരു പരിഹാരത്തിന് സാധ്യത കുറവാണ്. കാരണം നയതന്ത്ര രംഗം പരാജയപ്പെടുമ്പോഴാണ് യുദ്ധം തുടങ്ങുന്നത്. രണ്ടാമത്, ഇറാൻ്റെ രണ്ടാം നിര നേതാക്കൾ, അവരുടെ ആത്മീയ നേതാവ് തന്നെ ഒളിവിലാണ്, അല്ലെങ്കിൽ അവർ പരസ്യമായിട്ട് ഇന്ന് അവൈലബിൾ അല്ല. രണ്ടാം നിരയും മൂന്നാം നിരയിലും പെട്ട പ്രമുഖ നേതാക്കൾ, സേനാ തലവന്മാർ, അവരുടെ സീനിയറായിട്ടുള്ള നയപരമായ കാര്യങ്ങളിൽ പ്രധാന റോൾ എടുക്കുന്ന വലിയൊരു ശതമാനം പേര് ഇസ്രയേൽ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു, സയൻറ്റിസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു നയതന്ത്ര പരിഹാരത്തിന് അനുയോജ്യമല്ല. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് പറഞ്ഞതിനപ്പുറത്തേക്ക് അത് നമുക്കൊരു വൈകാരികമായി പറയുന്നത് പോലെയാണ് തോന്നുന്നത്. ആണവ ആയുധം കൊടുക്കാൻ തയ്യാറാണെന്നുള്ളതിനപ്പുറം കാര്യമായിട്ട് ലോകരാജ്യങ്ങൾ ഇറാൻ്റെ ഭാഗം ചേരാനായിട്ട് ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. 57 ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലെ OIC-യിൽപ്പെട്ട 57 രാജ്യങ്ങളിലും ഭൗതികമായ പിന്തുണ കൊടുക്കുന്നില്ല. പക്ഷേ എല്ലാ പേരും ഈ ആക്രമണത്തെ തള്ളിപ്പറയുന്നു എന്നതിനപ്പുറം ഇറാനോട് യമൻ മാത്രമാണ് ആ തരത്തിൽ ഇറാൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകം തന്നെ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായൊരു സമീപനം ഇറാനോട് സ്വീകരിച്ചിട്ടില്ല. മറ്റൊന്ന് GCC രാജ്യങ്ങൾ, നമുക്കറിയാം ഇന്ത്യയിൽ ഏതാണ്ട് 8.8 മില്യൺ ആൾക്കാർ, അതായത് 90 ലക്ഷത്തോളം ഇന്ത്യൻ വംശജർ, അതിൽ 28 ലക്ഷം മലയാളികളാണ് പ്രവർത്തിക്കുന്ന 8 GCC രാജ്യങ്ങളുണ്ട്. 8 GCC രാജ്യങ്ങളിലും, അതായത് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE, ബഹ്റിൻ തുടങ്ങിയിട്ടുള്ള ഈ രാജ്യങ്ങളിൽ അമേരിക്കയുടെ മിലിറ്ററി പ്രസൻസ് ഉണ്ട്, അമേരിക്കയുടെ താവളമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ആ താവളങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ആദ്യമായി അത് പ്രതിഫലിക്കുന്നത് GCC രാജ്യങ്ങളാണ്. സ്വാഭാവികമായും നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അറിയും, കാരണം അത്രയധികം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അത് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഇറാൻ്റെ ഭാഗം നിന്ന് സംസാരിക്കുന്നവർ പോലും യഥാർത്ഥത്തിൽ മലയാളിയുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന GCC രാജ്യങ്ങൾ ഇറാനോടൊപ്പമല്ല, അവർ അമേരിക്കയോടൊപ്പമാണ്. മാത്രമല്ല, അമേരിക്കയോടൊപ്പം എന്ന് പറയുന്നത് മാത്രമല്ല, അമേരിക്കയുടെ സേനാ താവളം, അമേരിക്കൻ ബേസസ് അവിടെയുണ്ട്. ഏതാണ്ട് 50,000 സേന ഉൾപ്പെടെ പിന്നെ അമേരിക്കയ്ക്ക് മറ്റ് മെഡിറ്ററേനിയൻ സീ തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ ഓഷൻ എല്ലാ ഭാഗത്തുമായിട്ടുള്ള അവരുടെ നാവിക സംവിധാനങ്ങളും മറ്റു തരത്തിലുമുണ്ട്. പാകിസ്ഥാനെ ന്യൂട്രലൈസ് ചെയ്തു. നമ്മൾ പലരും വിചാരിച്ചു, ഞാനിത് ആ സമയത്ത് തന്നെ ട്വിറ്ററിൽ എൻ്റെ പ്രതികരിച്ചതാണ്, യഥാർത്ഥത്തിൽ അസീം മുനീറിനെ വിളിക്കുന്നത് ഇന്ത്യക്കെതിരായതിനല്ല, ഈ ഇതിൽ പാകിസ്ഥാനെ ന്യൂട്രലൈസ് ചെയ്യാനായിരുന്നു. അപ്പോൾ ആ വിരുന്ന് സൽക്കാരത്തിലൂടെ പാകിസ്ഥാനെയും അമേരിക്ക ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇറാനോട് സന്ധി ചേർന്നുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഇന്ന് ലോകരാജ്യങ്ങളാരും മുന്നോട്ട് വരാൻ സാധ്യതയില്ല. ചൈനയുടെ കഴിഞ്ഞ 70-75 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ലോക വിഷയങ്ങളിലും ചൈന ഇടപെടാറില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സേന യുണഫിൻ്റെ പലപ്പോഴും അങ്ങനെയുള്ള ഫോഴ്സിൽ പോലും ചൈന പലപ്പോഴും അവരുടെ സേനയെ വിടാറില്ല. കാരണം അവർ ഒരു സാമ്പത്തിക ശക്തിയായി വരികയും അതിനോടൊപ്പം തന്നെ സൈനിക ശക്തിയുമായിട്ടും കുറച്ചുകൂടെ സ്വാർത്ഥമായ ഒരു ലൈനാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടാത്തൊരു ലോക പവറാണ് ചൈന. അത് ഒരു പ്രധാന കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, 2015 P5, അതായത് ഐക്യരാഷ്ട്ര സംഘടനയിലെ വീറ്റോ അധികാരമുള്ള 5 രാജ്യങ്ങളും ജർമ്മനിയും ചേർന്നുണ്ടാക്കിയ കരാറിൽ ആ കരാർ ഇറാനുമായി ചേർന്നുള്ള കരാറിലാണ് ആണവ വിഷയത്തിൽ, അപ്പോൾ ആണവമായ അന്ന് ഉപരോധം നിൽക്കുന്ന കാലഘട്ടത്തിൽ അത് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള നിരീക്ഷണങ്ങൾക്ക് സാധ്യമാകുന്നൊരു അന്തരീക്ഷം ഒരുങ്ങുകയും ആ ചർച്ചയ്ക്ക് പ്രധാന റോൾ വഹിച്ച രാജ്യങ്ങളൊന്ന് ചൈനയും റഷ്യയും ഉൾപ്പെടുന്ന 5 വൻ ശക്തികൾ തന്നെയാണ്. അപ്പോൾ ആ കരാറും ലംഘിക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2018
അന്ന് ട്രംപായിരുന്നു പ്രസിഡന്റ്. അമേരിക്ക ആ കരാറിൽ നിന്ന് പിൻവാങ്ങി. അമേരിക്ക കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതോടെ ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള നിരീക്ഷണം പരാജയപ്പെടുകയും ഇറാൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന യുദ്ധം ഒരു പെട്ടെന്ന് ഉണ്ടായൊരു യുദ്ധമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ അല്ലെങ്കിൽ അത് ഈ പ്രോക്സിയിലൂടെ ഇസ്രായേലിൻ്റെ പിന്തുണയിലാണല്ലോ ആക്രമണം നടക്കുന്നത്. അതിനെ തുടർന്നുണ്ടാകുന്ന യുദ്ധവും അതിന് സമാന്തരമായിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ തയ്യാറെടുപ്പോടെ നടക്കുന്നൊരു യുദ്ധമാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിന് എൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഇറാനിലെ ഭരണമാറ്റം ഉണ്ടായി കൊണ്ട് മാത്രമായിരിക്കും ഒരു മാറ്റമുണ്ടാകും. നയതന്ത്ര മേഖലയിലൂടെ ഇന്നത്തെ സാഹചര്യം ഞാനതിന് പ്രധാനമായി പറയാൻ കാരണം ഒന്ന് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഇറാൻ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു തരത്തിൽ നമ്മളിപ്പം ഒളിപ്പോരുകളായി നമ്മുടെ ചരിത്രത്തിൽ നമുക്കറിയാം ഒളിപ്പോരാളികളായി യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു നയതന്ത്ര രംഗത്തുള്ള സാധ്യതകൾ പരിമിതമാണ്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും പരിമിതമാണ്. പക്ഷേ ആരാണ് മധ്യസ്ഥത വഹിക്കുക? ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിന് സാധ്യതയുണ്ടായിരുന്നത് അമേരിക്ക മാത്രമാണ്. ഈ രാജ്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ഇസ്രയേലിനെയും ഇറാനോടും അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ടും സന്ധി ചെയ്യാനുള്ള സാധ്യതയുള്ളത് അമേരിക്കയാണ്. മാത്രമല്ല ചരിത്രത്തിൽ നമ്മൾ അത് ക്യാമ്പ് ഡേവിഡ് കരാറിലാണെങ്കിലും ഓസ്ലോ പീസ് ട്രീറ്റിലാണെങ്കിലും എബ്രഹാം അക്കോർഡിലാണെങ്കിലും അങ്ങനെ അമേരിക്കയാണല്ലോ ഇന്ന് മധ്യസ്ഥ വഹിച്ചത്. പക്ഷേ അമേരിക്ക എതിർപക്ഷത്ത് നിൽക്കുകയും ആക്രമണത്തിൻ്റെ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നയതന്ത്ര രംഗത്തുള്ളൊരു പരിഹാരത്തിന് ഇപ്പോൾ സാധ്യത കുറവാണ്. അത് ഭരണമാറ്റത്തിലൂടെ ആയിരിക്കും ഒരു പക്ഷേ ഈ ഇന്നത്തെ യുദ്ധത്തിന് സമാപ്തി ഉണ്ടാകുക എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഓക്കെ ഐസൻ, ഭരണമാറ്റം മാത്രമേ പരിഹാരമായിട്ട് മുന്നിൽ ഉള്ളൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇന്ന് നോക്കൂ, ഇസ്ലാമിക് റിപ്പബ്ലിക് തകർച്ചയിലാണെന്ന് ഇറാനിലെ കിരീടാവകാശി റസാ പാഹ്ലവി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അനിൽ നമ്പ്യാർ. അതായത് റസാ പഹൽവിയുടെ ആദ്യ പോസ്റ്റ് വരുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ജനാധിപത്യപരമായ ഒരു രാജ്യക്രമത്തിന് ഒരുങ്ങിക്കൊള്ളുക എന്നൊരു നിർദ്ദേശമായ ഒരു സന്ദേശമായിരുന്നു. ആ സന്ദേശത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ ഈ ഭരണമാറ്റം അല്ലെങ്കിൽ റിജീം ചേഞ്ച് അനിവാര്യമായിരിക്കുന്നു എന്നൊരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്ന് അദ്ദേഹം അത് പറയുകയും ഇന്ന് ഇറാൻ ഭരണകൂടം പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്കറിയാവുന്നതാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ മാധ്യമ സെക്രട്ടറി തന്നെ വളരെ കൃത്യമായി പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഈ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾക്കാണ് മുൻതൂക്കം നൽകുന്നത് എങ്കിൽ കൂടി വയലൻ്റായ ഇൻക്രെഡിബിളി വയലൻ്റ് എന്നൊരു ടേമാണ്, അങ്ങനെ ഒരു വാചകമാണ് അല്ലെങ്കിൽ ഒരു വിശേഷണമാണ് അവർ പ്രയോഗിച്ചത് ഈ ഇറാനിലെ ഈ റെജിമിനെ സംബന്ധിച്ച്. അത്തരത്തിൽ ഒരു വയലൻ്റ് സ്വഭാവമുള്ള ഹിംസാത്മക സ്വഭാവമുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത്. അത് മാറേണ്ടതുണ്ട് എന്നൊരു സൂചന തന്നെയാണ് അതിൽ നിന്നും ലഭ്യമാകുന്നത്. അതിൽ നിന്ന് തന്നെ അതല്ലെങ്കിൽ നേരത്തെ 1979 മുമ്പ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും നാടുകടത്തപ്പെടുകയൊക്കെ ചെയ്ത രാജവാഴ്ചയുടെ സംവിധാനങ്ങളുടെ ഭാഗമായിരിക്കുന്നവർ അവർ ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യ പുനഃസ്ഥാപനത്തിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി തന്നെ ഇത്തരമൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു നിലപാടിലേക്ക് നേരത്തെ വന്നിരിക്കുന്നു. ഇന്ന് അത് വീണ്ടും ഇത്തരത്തിലുള്ള നിലപാടുകൾ ആവർത്തിക്കുന്നു. മറുപടിയെ പോലെ നമുക്ക് കരുതാവുന്നത് നേരിട്ടത് പരസ്പര സംവാദം നടന്നിട്ടുണ്ടോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്നാലും മറുപടിക്ക് സമാനമായ രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. ഈ റെജിം ചേഞ്ച് അനിവാര്യമാണെന്ന് നേരത്തെ നമ്മളോട് വിശദീകരിച്ച വിദേശകാര്യ വിദഗ്ധൻ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഈ റെജിം ചേഞ്ച് അനിവാര്യമാണ് എന്ന സൂചനയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് ഒരു ഇസ്ലാമിക രാജ്യമായി തുടരുന്ന ഇറാനെ ആ രീതിയിൽ തുടരാൻ അനുവദിക്കാതിരിക്കുക, അത്തരത്തിൽ അങ്ങനെ തുടരുന്നൊരു രാജ്യമാകുമ്പോൾ ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും അതായത് ഹൂതി വിമതരുടെ ആക്രമണം ഉണ്ടാക്കാൻ അവർക്ക് പിന്തുണ നൽകുന്നു. ഖുദ്സ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തെ പ്രയോഗിച്ച് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഹമാസ് അതുപോലെ തന്നെ ഹിസ്ബുള്ള ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെ വളർത്തിക്കൊണ്ടുവരുന്നു. 6ഓളം ഭീകര സംഘടനകളെ ചുറ്റുപാടും ഇസ്രായേലിന് ചുറ്റുപാടുമായി വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഭീകര സംഘടനകളെല്ലാം തന്നെ ഒരു സമാധാനം തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ ആ മേഖലയിൽ നടത്തുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ അതിനടിസ്ഥാന കാരണമാകുന്നത് ഇറാൻ്റെ ഈ പ്രോക്സി യുദ്ധമാണ്. അത് നമുക്കറിയാവുന്നതാണ്. പലപ്പോഴായാലും പല ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നിലപാടുകൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ പ്രോക്സി വാറുകളെ അവസാനിപ്പിക്കാൻ നിലവിൽ സാഹചര്യത്തിൽ ചെയ്യാനുള്ളത്
നിലവിലെ ഈ ഇസ്ലാമിക് റവല്യൂഷൻ്റെ ഭാഗമായുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ആ പേരിലുള്ള രാജ്യത്തിൻ്റെ ഇസ്ലാമിക് ഭരണകൂടത്തെ തന്നെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം ഇല്ലാതാക്കുക. അത് ജനാധിപത്യ രീതിയിലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ അതിൻ്റെ പ്രതിരോധശേഷി നശിപ്പിച്ച് അതിനെ കൃത്യമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ളൊരു നീക്കം നടത്തുക എന്ന ലക്ഷ്യമെല്ലാം തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധരെല്ലാം തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു മാറ്റത്തിനുള്ള സാധ്യത, അവിടെ ഒരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കപ്പെടുന്നത്. നിർമ്മൽ എബ്രഹാം, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചിരുന്നു, താങ്കൾ അത് കേട്ടില്ല. റഷ്യ ഇറാന് നയതന്ത്ര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ അമേരിക്ക പറയുന്നു നയതന്ത്ര ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന്. ഇറാൻ വഴങ്ങുമോ ഈ സാഹചര്യത്തിൽ? സാധ്യതയില്ല. കാരണം അവർ 44 വർഷം കൊണ്ട് ആണ് ഈ ഒരു ന്യൂക്ലിയർ കപ്പാസിറ്റി യുറാനിയം എൻറിച്ച്മെൻറ്റ് ഇത്ര എത്തിച്ചത്. അപ്പോൾ ഈ ഒരു പഠിക്കൽ വെച്ച് കലമുടയ്ക്കുക എന്നുള്ള ഒരുപക്ഷെ ഇറാന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒരുപാട് വർഷങ്ങൾ രഹസ്യമായി വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇത്രയും ഡെവലപ്പ് ചെയ്തത്. പക്ഷേ റഷ്യയുടെ ഇൻവോൾവ്മെൻറ്റും നയതന്ത്രപരമായിട്ട് ഒരുപക്ഷെ ഇപ്പോൾ ഒരു നെഗോഷിയേഷനിലോട്ട് പോകാൻ മാത്രമേ സഹായിക്കുള്ളൂ. അല്ലാതെ അവരെ ഈ വാർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാന് വേറെ ഓപ്ഷൻസ് ഇല്ല. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രോക്സികൾ HHH ഹെസ്ബുള്ളയുണ്ട്, ഹമാസ് ഉണ്ട്, ഹൂത്തികളുണ്ട്. പക്ഷേ ഇതിൽ ഹെസ്ബുള്ളയൊക്കെ കഴിഞ്ഞ 1.5 വർഷത്തെ യുദ്ധത്തിൽ ആകെ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഒരു പ്രോക്സിയാണ്. ഹമാസ് ഓൾമോസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞു. പിന്നെ ഹൂത്തികൾ മാത്രമാണുള്ളത്. രാജ്യങ്ങളെടുത്താൽ ഇപ്പോൾ റഷ്യയ്ക്ക് നയതന്ത്രപരമായിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ യുദ്ധമുഖത്തിൽ നിൽക്കുന്ന രാജ്യമാണ്. അവർ ഓൾറെഡി അവർക്ക് മിലിറ്ററി എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ മിലിറ്ററി കപ്പാസിറ്റിയോ വേറൊരു രാജ്യത്തിനോട് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷനിലല്ല അവർ. മാത്രമല്ല അമേരിക്ക എന്ന വൻശക്തി എതിർക്കുന്ന ഒരു രാജ്യത്തിന് എതിരെ ഉള്ള യുദ്ധത്തിൽ സപ്പോർട്ടിന് പോകുന്ന ഈ സമയത്ത് അവർക്ക് നല്ലതുമല്ല. കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്കോ യുക്രൈൻ വഴിയുള്ള അറ്റാക്കോ അവർക്ക് ലഭിക്കാവുന്നതുകൊണ്ട്. അതുകൊണ്ട് അതൊരു പോസിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പം ഐഡിയലി ഇറാന് ചെയ്യാൻ പറ്റുന്നത് നെഗോഷിയേഷൻ ടേബിളിൽ എത്തുക എന്നുള്ളതാണ്. കാരണം അവർക്ക് വാദിക്കാൻ പറ്റുന്നത് ട്രംപ് പറഞ്ഞല്ലോ ഓൾറെഡി ഫോർഡോയിലും മറ്റ് ന്യൂക്ലിയർ കപ്പാസിറ്റീസും ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പം നശിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഒരു അഗ്രിമെൻറ്റിന് പോകുന്നതിന് എന്താണ് പ്രശ്നം? അപ്പം നാച്ചുറലി അവർക്ക് ഇനിയും എന്തൊക്കെയോ ഹൈഡ് ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റിൽ നെഗോഷിയേഷനിൽ എത്തുന്നതാണ് അവർക്ക് നല്ലത്. കാരണം ഇത് മുന്നോട്ട് പോകും തോറും ഒരുപാട് ആളുകൾ ഇറാൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ ഓരോ തവണ മിസൈലുകൾ വിടുമ്പോഴും ഇപ്പോഴത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു തവണ 70-75 അല്ലെ 80 മിസൈൽ വെച്ച് ദിവസേന വിട്ടുകൊണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ സ്റ്റോക്ക് നിലയ്ക്കും എന്നുള്ളതാണ് ഒരു കാര്യം. 2, ഓരോ തവണ മിസൈൽ വർഷിക്കുമ്പോഴും ആ മിസൈൽ ലോഞ്ചേഴ്സ് സ്പോട്ട് ചെയ്ത് ഇസ്രായേൽ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ ദിവസവും അവരുടെ സ്ട്രെങ്ത് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് രക്ഷിക്കാൻ പ്രോക്സികളില്ല. രക്ഷിക്കാൻ സാധ്യതയുള്ള റഷ്യയോ ചൈനയോ വരാൻ സാധ്യതയില്ല. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളെയും ഷിയ സുന്നി സ്പ്ലിറ്റ് ഉണ്ടാക്കിയും പ്രോക്സികളെ വളർത്തിക്കൊണ്ട് വന്നും പിണക്കി വെച്ചിരിക്കുന്നു. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം അവർക്ക് ആരും രക്ഷയ്ക്ക് വരാനില്ല. അപ്പോൾ ഐഡിയലി ഇറാൻ്റെ സ്ഥാനത്ത് ഒരു ലോജിക്കലായിട്ടൊരു തീരുമാനം എടുക്കാനാണ് അവർ നിൽക്കുന്നതെങ്കിൽ നെഗോഷിയേഷൻ ടേബിളിലോട്ട് പോവുക എന്നുള്ളതാണ് അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇറാൻ്റെ ആണവശേഷി നിർവീര്യമാക്കി എന്ന അമേരിക്കയുടെ അവകാശവാദത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്? അല്ല, അതിൽ കറക്റ്റായിട്ടൊരു അതോറിറ്റി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എത്രമാത്രം ഈ അറ്റാക്ക് അത്ര ഡീപ്പായിരുന്നു, അത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ എന്നൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. മാത്രമല്ല ഇവർ എൻറിച്ച് യുറേനിയം, കാരണം B2 ബോംബേഴ്സ് വരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ അറിയാമായിരുന്നു. അത് അമേരിക്ക തന്നെ നേരത്തെ പുറത്തു വിട്ടിരുന്നു. സോ ആ സാഹചര്യത്തിൽ ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ എടുത്ത് മാറ്റിയെങ്കിൽ എവിടെ അവർക്ക് ഫോർഡോ പോലെ ഇത്രയും ഷീൽഡഡ് ആയിട്ടൊരു സ്ഥലം അല്ലെങ്കിൽ പിന്നെ എവിടെ അവർക്കത് സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടെയുണ്ട്. പിന്നെ ഇനിയിപ്പം മുന്നോട്ട് പോയാൽ ഇപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ഡാമേജ് ചെയ്യും. റെജീം ചേഞ്ചിൻ്റെ കാര്യം സംസാരിക്കുന്നത് കേട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു റെജീം ചേഞ്ച് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം മറ്റു രാജ്യം പോലെയല്ല. അവിടെ സുപ്രീം ലീഡർ മാത്രമല്ല, സുപ്രീം ലീഡറിനെ തിരഞ്ഞെടുക്കുന്ന 88 പേരുടെ എക്സ്പേർട്ട് അസംബ്ലി ഉണ്ട്, 12 പേരുടെ ഗാർഡിയൻ കൗൺസിലുണ്ട്, ഒരു വമ്പിച്ച് ശൃംഖലയായിട്ട് കിടക്കുന്ന IRGC ഉണ്ട്, കൂടാതെ അവരുടെ മിലിറ്ററി ഉണ്ട്, 290 പേര് അംഗങ്ങളുള്ള പാർലമെൻ്റ് ഉണ്ട്. ഇതെല്ലാം ടോപ്പിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. അമേരിക്കയുടെ ആവശ്യം വേണ്ടി വരും. പക്ഷേ അങ്ങനെ ചെയ്താൽ പോലും കഴിഞ്ഞ ചരിത്രം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇറാഖിൻ്റെ കേസ് സംഭവിച്ചു. 2003 സദ്ദാം ഹുസൈനെ ടോപ്പിൾ ചെയ്തു. ഒടുവിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ആരും ലീഡേഴ്സ് ഇല്ലാതെ സിവിൽ വാറിലോട്ട് പോകുന്നു, അൽ ഖായ്ദ രൂപപ്പെടുന്നു, പിന്നീട് ISIS ആയിട്ട് മാറുന്നു. വീണ്ടും അമേരിക്ക കയറി ഇടപെടേണ്ട ഒരു സാഹചര്യം വരുന്നു. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും അതുകൊണ്ടാണല്ലോ അവിടെ ഇറാൻ കയറി ഷിയ മിലീഷ്യാസ് നിർമ്മിച്ചത് തന്നെ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോകാതിരിക്കാൻ കൃത്യമായിട്ടൊരു ഗെയിം പ്ലാൻ വേണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി
ഇദ്ദേഹത്തെ റിപ്ലേസ് ചെയ്യാൻ, ഖമീനയെ റിപ്ലേസ് ചെയ്യാൻ ആരാണുള്ളത്? അവിടെ നിലവിൽ ഒപ്പോസിഷൻ ഒന്നുമില്ല. കാരണം IRGCക്ക് തന്നെ സെപ്പറേറ്റ് ഒരു വിങ് ഉണ്ട്. എന്ത് തരത്തിലുള്ള ഇന്റേണൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായാലും അതിനെ അടിച്ചമർത്താൻ ഒരു വിങ് ഉണ്ട്. 2009-ലും 2020-ലും 2022-ലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളുണ്ട്. അപ്പം അടിച്ചമർത്തിയതാണ്. അപ്പോൾ അവിടെ ഒപ്പോസിഷൻ ലീഡേഴ്സിന് വിളിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം ഒന്നെങ്കിൽ ഭയന്ന് മിണ്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ജയിലിലാണ്, അല്ലെങ്കിൽ അവർ നാട് വിട്ടിട്ടുണ്ട്. വേറെ ആരുമില്ല. പിന്നെ പറയുന്ന റേസ പഹ്ലവിയുടെ കേസിൽ 2 ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു. ഇന്നലെ അദ്ദേഹം ഫോക്സ് ന്യൂസിന് കൊടുത്ത ഇൻ്റർവ്യൂവും ഇന്ന് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇന്നലെ ഒരു കൺവിക്ഷൻ ഇല്ലാതെയാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആലോചിക്കേണ്ടതുണ്ട്, അത് ഡെമോക്രസി അല്ലല്ലോ അവിടെ, അങ്ങനെയുള്ള ഒരു പതുങ്ങിയ മറ്റുള്ളൊരു മറുപടിയാണെങ്കിൽ ഇന്ന് അദ്ദേഹം കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം 10-45 വർഷമായിട്ട് ആ രാജ്യത്ത് പോലും ഇല്ലാത്ത ഒരാളാണ്. ഇവിടുത്തെ സ്ട്രക്ചറിനെ കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ കൃത്യമായിട്ട് അറിവില്ലാത്ത ആളാണ്. അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രം സ്വീകാര്യനായിരിക്കും എന്നുള്ളത് ഉറപ്പില്ല. വാഷിങ്ടൺ DC കഴിഞ്ഞ ദിവസം നടന്ന ഒരു സർവേയിൽ അവർ പറഞ്ഞത് ഖമീനിയെ എന്തായാലും മാറ്റണം. 90% ആളുകളുടെയും അമേരിക്കയിലുള്ള ഇറാനിയൻസിൻ്റെ ഒരു വാദം എന്ന് പറഞ്ഞാൽ ആളെ എന്തായാലും മാറ്റണം. പക്ഷേ പകരം റേസ പഹ്ലവി വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 7% ആൾക്കാരാണ് വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് റിപ്ലേസ്മെൻ്റ് ആയിട്ട് റേസ പഹ്ലവി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വന്നാൽ അത് എഫക്റ്റീവ് ആകുമോ എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. അപ്പം ഇസ്രായേലും അമേരിക്ക ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളറിക്ക് പുറത്തുനിന്നുള്ള നയം മാത്രമാണ്. പാതി വഴിക്ക് റെജീം ചേഞ്ചിന് ശ്രമിച്ചിട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും കെയോട്ടിക് ആവും. റെജീം ചേഞ്ച് വരുത്തിയതിന് ശേഷം നല്ലൊരു ലീഡറിനെ സ്ഥാപിച്ചില്ലെങ്കിൽ അതും കെയോട്ടിക് ആവും. റെജീം ചേഞ്ച് ശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇറാൻ ഇത് നീട്ടിക്കൊണ്ടും പോകും. അപ്പം ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇപ്പോഴും അഡ്വാൻറ്റേജ് ഇസ്രായേൽ അല്ലേ അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ഡോക്ടർ ആരിഫ് ഹുസൈൻ, റെജിം ചേഞ്ചാണ് ഒരു പരിഹാര മാർഗമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പക്ഷേ നേരത്തെ ശ്രീ നിർമ്മൽ പറഞ്ഞതുപോലെ അത് എളുപ്പവുമല്ല. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ദ സൊല്യൂഷൻ താങ്കളുടെ കാഴ്ചപ്പാടിൽ? ഇവിടെ നമ്മളിത് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മിസ്സാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ ഇതിനോട് എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഇറാഖിനെ കുറിച്ച് അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളെ കുറിച്ച് അഫ്ഗാനിസ്ഥാനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഉണ്ടാവാതെ പോയ ഒരു സംഗതി ഇറാനിലുണ്ട്. ആ സംഗതിയെയാണ് നമ്മളിവിടെ കാണാതെ പോകുന്നതെന്ന് വേണം പറയാൻ. കാരണം അതുകൂടി ചേരുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലത്തിൽ അവിടങ്ങളിൽ കണ്ടിരുന്ന ആ പ്രശ്നം ആവർത്തിക്കാതിരിക്കാനൊരു സാധ്യത, അതല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഔട്ട്കം കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറാനും ഹോപ്പ്ഫുൾ ആകാനും ഉള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ റസ പഹ്ലവിയുടെ കാര്യം നമ്മൾ പറയുന്നു. അതുകൂടാതെ ഇന്നിപ്പോൾ ഈ ഒരു ആക്രമണം നടത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു എവിൻ പ്രിസൺ, ആ പ്രിസൺ അവിടെ ആക്രമിക്കപ്പെടുന്നത് അതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇതൊക്കെ കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. കാരണം ഖൊമേനി എന്ന് പറയുന്ന ആളും അതുപോലെ അവർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു വളരെ തീവ്രമായ നിലപാടുകളും കൊണ്ടു നടന്നിരുന്ന ഒരു ഭരണക്രമവും അതിൻ്റെ അവരുടെ ആ ഒരു മൊറയിൽ കൂടിയാണ് അവിടെ നശിപ്പിക്കുന്നത്. അവരുടെ ഈഗോ തന്നെയാണ് അവിടെ ഹേർട്ട് ചെയ്ത് വിടുന്നതും കൂടി. അത് വെറുതെ ഒരു അറ്റാക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി ഇവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. കാരണം ഈ എവിൻ പ്രിസൺ എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അവരുടെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, അതുപോലെ ഇപ്പോൾ ഈ കണ്ട മഹ്സാമിനിയുടെ ആ വിഷയമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള പ്രക്ഷോഭത്തിൽ പിടിക്കപ്പെട്ടുള്ള ആളുകൾ, ഇവരുടെ ഈ ടോർച്ചർ, കില്ലിങ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഹിറ്റ്ലർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ ഹിറ്റ്ലറുടെ ഇപ്പോൾ ഓഷ്വിറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അത്രയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഇറാനിൽ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയും അതുപോലുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ആക്രമണം നടത്തി അത് ലിബറേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതൊരു വലിയ സന്ദേശമാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന, അതായത് ഇറാനിയൻ ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം കൂടിയായിട്ടാണ് ഇത് മാറുന്നത്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ച പോലെയുള്ള നാദനില്ല കളരിയായി മാറാനുള്ള സാധ്യത അത് ഇറാനിലില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഇനി ആരില്ലെങ്കിൽ പോലും, ഇനിയിപ്പോൾ റസ പഹ്ലവി വന്നില്ലെങ്കിൽ പോലും അവിടെയുള്ള ജനങ്ങൾ ഇത് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ളവരും അതിന് തയ്യാറായ ആളുകളുമാണ് അവിടെ ഉള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ റസ പഹ്ലവി കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഞാനും നമ്മളുടെ ചില ഈ ഇറാനിയൻ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് അത് അത്ര വലിയ കോൺഫിഡൻ്റ് ഉള്ള കാര്യം ആണെന്ന് അവർ പറയുന്നില്ല. പക്ഷേ ആൾ കൊടുക്കുന്ന ഒരു ഉത്തേജനമുണ്ട്, അത് വലിയ തോതിൽ അവർക്ക് കാണാൻ കഴിയുന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പാറ്റേൺ എന്നുള്ള രീതിയിൽ അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള പ്രോസസ്സിനെ മേൽനോട്ടം വഹിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ലീഡർഷിപ്പ് എന്നുള്ള രീതിയിൽ വരാൻ ആൾക്ക് സാധിക്കും തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതല്ലാതെ അവരുടെ ഭരണകർത്താവായിട്ട് മാറും എന്നുള്ള രീതിയിലല്ല അവരതിനെ കാണുന്നത്. എന്ത് തന്നെയായാലും
ശുഭ സൂചകമായിട്ടുള്ള കാര്യങ്ങളായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ മറ്റ് രാജ്യങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ചും ഈ ഒരു ഇറാനിന്റെ ഭാഗം ചേർന്നുകൊണ്ട് ഇതൊരു വലിയ ഒരു മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു യുദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയൊന്നും നമുക്കിവിടെ കാണാനില്ല. ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളാണ് മിക്കതും US ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ, ഇൻക്ലൂഡിങ് ഖത്തർ പോലെ അങ്ങനെ നിൽക്കുന്നതായതുകൊണ്ട് ഇത് ഒരു വേൾഡ് വാർ ആകും, ഇപ്പൊ തന്നെ എല്ലാം തീരും എന്നുള്ള രീതിയിലുള്ള പ്രചാരണം കൊടുത്തുകൊണ്ട് ആളുകളെ ഭീതി കുത്തി നിറയ്ക്കുന്ന ഒരു അവസ്ഥയെ കൂടി ഉണ്ടാകുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ അസ്ഥാനത്തായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഡോക്ടർ ജയപ്രസാദ്, അമേരിക്ക വെടിനിർത്താൻ ഇറാൻ അന്ത്യശാസനം നൽകുന്നു, ഇറാൻ ചെവിക്കൊള്ളുന്നില്ല, അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ റഷ്യ പിക്ചറിലുണ്ട്, ചിത്രത്തിൽ ഉണ്ട്. റഷ്യ നയതന്ത്ര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു തലത്തിലേക്ക് റഷ്യ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുമോ? റഷ്യയുടെ പിന്തുണ ഇറാൻ എത്രത്തോളം ഗുണകരമാവും? 1979 ഇസ്ലാമിക് റവല്യൂഷൻ നടന്നതിന് ശേഷമുണ്ടായ ഇറാൻ്റെ ഏതാണ്ട് 46 വർഷത്തെ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നയതന്ത്ര മേഖലയിൽ അത്രയധികം പ്രഗത്ഭരായ അല്ലെങ്കിൽ അത്രയും പ്രാഗൽഭ്യം ഉണ്ടായൊരു രാജ്യമല്ല. കാരണം അതിൻ്റെ വേറൊരു ശൈലിയാണ് ഇസ്ലാമിക് റവല്യൂഷനുള്ളത്. അപ്പോൾ അവരുടെ പരമോന്നത നേതാവ്, സുപ്രീം ലീഡർ എന്നുള്ളത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന നയപരമായ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറാനുമായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മറ്റൊന്ന്, ഇതുവരെ ആയിട്ട് ഇസ്രയേലും അറബി ലോകവും തമ്മിൽ 7 യുദ്ധങ്ങളാണ് ഉണ്ടായത്. 1948-49 കാലഘട്ടത്തിൽ, 56, 67, 73, അതുപോലെ 82, 2006 ലെബനൻ ഇസ്രയേൽ വാറായിരുന്നു. പിന്നെ 2023 ഇപ്പോൾ നടക്കുന്ന യുദ്ധം. ഈ യുദ്ധങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധവും ഒരു സമാധാനപരമായ ഒരു സന്ധിയിലൂടെ അവസാനിച്ചതല്ല, മറിച്ച് ഇസ്ലാമിക അന്നത്തെ അറബ് കൺട്രീസ് പരാജയം ഏറ്റുവാങ്ങി പിൻവാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ 78 നമ്മൾ കാണുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് കാർട്ടറിൻ്റെ നേതൃത്വത്തിൽ അന്ന് ക്യാമ്പ് ഡേവിഡ് എഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവരികയും ആദ്യമായിട്ട് ഇസ്രയേലിനെ, ആ തരത്തിൽ ഇസ്രയേലിൻ്റെ മുഖ്യ ശത്രുവായ ഈജിപ്തിനെ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും നയതന്ത്ര ബന്ധം തുടങ്ങുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അന്ന് ഇസ്ലാമിക ലോകം മുഴുവനും ഈജിപ്തിനെ ഒറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ നയതന്ത്ര പരിഹാരം, ഈ പാലസ്തീനിലെ നയതന്ത്ര പരിഹാരം ആദ്യമേ തന്നെ അട്ടിമറിച്ചത് ഇസ്ലാമിക ലോകം തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ കാണുന്ന അന്ന് PLO ഈ ഈജിപ്തിനെതിരായിരുന്നു. പിന്നീട് അതിനുശേഷം 1999 ഓസ്ലോ കരാറ് വരുമ്പോഴത്തേക്കും PLO തയ്യാറായി. അപ്പോൾ അന്ന് PLO ഇസ്രയേലിനെ അംഗീകരിക്കുകയും ദുരാഷ്ട്ര എന്നുള്ള 2 രാഷ്ട്രം എന്നുള്ള സങ്കല്പം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പാലസ്റ്റീൻ അതോറിറ്റി രൂപം കൊള്ളാനുള്ള തീരുമാനമായി. അതോടൊപ്പം തന്നെ ഇസ്രയേൽ കടന്നുകയറ്റം നടത്തിയ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങാനുള്ള ശ്രമങ്ങളുണ്ടായി. ആ തരത്തിലൊക്കെ ഒരു വലിയ മുന്നേറ്റം നടന്നു. പക്ഷേ ഹമാസ് അതിനെ ശക്തമായി എതിർത്തു. 2006 ഈ പാലസ്റ്റീൻ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് വെസ്റ്റ് ബാങ്കിൽ ഫത്തായുടെ നേതൃത്വത്തിലുള്ള, അതായത് പഴയ PLOയുടെ ഭരണകൂടവും അതുപോലെ ഗാസ ഹമാസിൻ്റെ കീഴിലുമായി. യഥാർത്ഥത്തിൽ നമ്മളാരും ചർച്ച ചെയ്യാത്തത് ഈ പാലസ്റ്റീൻ മൂവ്മെൻറ്റ് തന്നെ ഇന്ന് ഡിവൈഡഡ് ആണ്. അതായത് ഹമാസ് ആദ്യം കൊന്നൊടുക്കിയത് PLO, പഴയ PLOയുടെ അല്ലെങ്കിൽ ഫത്ത പാർട്ടിയായിട്ടുള്ള ഈ ഗാസ മേഖല. കാരണം ഇത് 2 ഭാഗത്താണ്, ഇസ്രയേലിൻ്റെ 2 ഭാഗത്തായിട്ടാണ് ഈ 2 പ്രവിശ്യകൾ, വെസ്റ്റ് ബാങ്കും ഗാസയും വരുന്നത്. അപ്പം ഗാസയിലെ PLO, പഴയ PLOയുടെ പ്രവർത്തകരെ മുഴുവനും കൊന്നൊടുക്കിയിട്ടാണ് ഈ ഇറാൻ്റെ പിന്തുണയിൽ ഹമാസ് അവിടെ ശക്തിയാകുന്നതും 2006 മുതൽ അവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്നതും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പാലസ്റ്റീൻ്റെ തീരുമാനങ്ങൾ, ആരാണ് പാലസ്റ്റീൻ്റെ നയപരം, ഇപ്പോൾ ഒരു നയതന്ത്ര സൊല്യൂഷൻ പാലസ്റ്റീൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ വെസ്റ്റ് ബാങ്ക് നേതൃത്വം നൽകുന്ന ഫത്ത പാർട്ടി പറയുന്ന കാര്യങ്ങൾ ഹമാസിന് സ്വീകാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സൊല്യൂഷൻ ഇന്ന് പാലസ്റ്റീനിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിൻ്റെ പ്രധാന കാരണം ഇത് ഡിവൈഡഡ് ആണ്. ഈ ഡിവൈഡഡിന് പ്രധാന കാരണം ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ പിന്തുണയാണ്, ഈ ഇറാൻ പ്രോക്സിയിലൂടെയാണ് പാലസ്റ്റീൻ മൂവ്മെൻറ്റ് ഡിവൈഡഡ് ആകുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറേ ഇല്ല. നമ്മൾ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും അതുണ്ടാക്കുന്ന ക്രൂരതയും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ കാരണങ്ങളും കൂടെ ചർച്ച ചെയ്യണം. കാരണം 78 വർഷമായി സൊല്യൂഷൻ ഉണ്ടാകാതെ പോകുന്ന ഒരു പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിക്കപ്പെടാം? കാരണം ഇന്ന് നമ്മളുണ്ടാകുന്ന നയതന്ത്രപരമായ ഒരു പരിഹാരം കണ്ടെത്തിയാലും നാളെ ഇത് വീണ്ടും പൊട്ടിപ്പുറപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്തുകൊണ്ട് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേലിനെ ആക്രമിക്കേണ്ടി വരുന്നത്. കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു സേനയല്ല,
അതൊരു യൂണിഫോമിലുള്ള അതിന് കൻ്റോൺമെൻ്റ് ഇല്ല, ഒന്നുമില്ല. സിവിലിയൻ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കുകയും ഇസ്രയേൽ സ്വാഭാവികമായിട്ടും തിരിച്ചാക്രമിക്കുമ്പോൾ 99% സിവിലിയൻസാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരർത്ഥത്തിൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇന്ന് പാലസ്തീനുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇനി നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ അതിൽ ആദ്യം വേണ്ടത് പാലസ്തീൻ എന്നുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ പാലസ്തീനിൻ്റെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു നേതൃത്വം ഒരു ഭാഗത്തുണ്ടാകണം. അതുപോലെ തന്നെയാണ്, കാരണം നയതന്ത്ര ബന്ധത്തിലൂടെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഒരു വിഭാഗത്തിന് അതിൻ്റെ നേതൃത്വം ഉണ്ടാകണം. അപ്പോൾ ഇറാനിൽ വരുന്നത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനിൻ്റെ കമ്മ്യൂണിക്കേഷൻ രംഗം പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞു. അപ്പോൾ ഇന്ന് അവർ റോക്കറ്റ് വിടുന്നു അല്ലെങ്കിൽ മിസൈൽ വിടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പം അത് ഒരു എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷേ എന്നാൽ പോലും ഒരു നയതന്ത്ര പരിഹാരത്തിന് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാനിലെ സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ അയത്തുള്ള ഖമേനിയെ പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണോ ആ നയതന്ത്ര ബന്ധം അത് സുതാര്യമായിട്ട് അല്ലെങ്കിൽ സുശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്? അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ആത്മീയ നേതൃത്വം തന്നെയാണോ? അല്ലാതെ ഡിപ്ലോമസി എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങലാണല്ലോ, പരസ്പരം കൊടുക്കൽ വാങ്ങൽ. നിങ്ങൾ ഒരു ഭാഗം ഒരു ശക്തമായൊരു തീരുമാനമെടുക്കുകയും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഒരു നയതന്ത്ര രംഗത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടാകണം. ആ മ്യൂച്വൽ എഗ്രിമെൻറ്റിന് നമ്മൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പരിധി വരെയുള്ള ഒരു പ്രൊഫഷണലിസം ഈ നയതന്ത്ര മേഖല ഉണ്ടാകും. നമ്മൾ സാധാരണ പറയാണ്ട് ഡിപ്ലോമസി ഫെയിലായാൽ ഇമ്മീഡിയറ്റ്ലി വാറാണ്, യുദ്ധമാണ് അതിൻ്റെ പരിഹാരം. അപ്പം വാറ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന നയതന്ത്ര പരിഹാരം എന്ന് പറയുന്നത് ഒരു വെടിനിർത്തൽ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പം പരിഹാരം വരുന്നില്ല, സീസ് ഫയർ എന്നുള്ളത് മാത്രമാണ് വരിക. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഇസ്രയേൽ നേതൃത്വം നിലവിലുള്ള ഇറാൻ്റെ സുപ്രീം ലീഡറെ വധിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നതും ഇസ്രയേലിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ മീഡിയയും അവർ ഈ ഒരു വിഷയം, അതായത് ഒരു കോംപ്രമൈസിന് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ തയ്യാറായാൽ പോലും നിലവിലുള്ള ഇറാനിയൻ നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിലുള്ള ഇസ്രയേലിൻ്റെ ഭരണകൂടം തയ്യാറാകില്ല. കാരണം അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രമുഖരെ എല്ലാം തന്നെ വധിച്ച സാഹചര്യത്തിൽ ഇന്നത്തെ ഒളിവിലിരുന്നുകൊണ്ട് അയത്തുള്ള അലി ഖമേനിക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, ശ്രീ ജിബി, ഈ ഇസ്രയേലിൻ്റെ എക്കോണമിയെ ഈ യുദ്ധം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ഇസ്രയേലിന്റെ എക്കണോമിയെ സംബന്ധിച്ചും ഇസ്രയേൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സാലറിയെ സംബന്ധിച്ചും ഇതുവരെ ഞങ്ങൾക്കൊരു മുടക്കവും വന്നിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റിൽ എല്ലാം ഉണ്ട്. അതായത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഹമാസ് തുടങ്ങി ഹിസ്ബുള്ള, ഹെമൻ, ഇവരിങ്ങനെ കണ്ടിന്യൂസ് അറ്റാക്ക് തുടങ്ങുന്നു, ഇവർ അങ്ങോട്ട് തിരിച്ച് യുദ്ധം ചെയ്യുന്നു. ഇതിനകത്ത് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഞങ്ങളെ പോലുള്ളവർ ഉൾപ്പെടെ രക്ഷിക്കുവാൻ വേണ്ടി അയൺ ഡോം സംവിധാനം വെക്കുമ്പോൾ എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇവർ ഒരു ദിവസം ചെലവാക്കുന്നത് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് ചിന്തിക്കാനുള്ളത്, സാധാരണക്കാരന്റെ ഭാഷ പറഞ്ഞാൽ നാട്ടിൽ ഒരു ഹർത്താൽ അല്ലെങ്കിൽ നാട്ടിൽ ഒരു മരം വീണാൽ 5 ദിവസത്തേക്ക് ആ വഴി പോകാൻ പറ്റത്തില്ല എന്ന സിറ്റുവേഷൻ ഉള്ളപ്പോൾ ഇവിടെ ഇത്രയും യുദ്ധങ്ങൾ, ഈ പറയുന്ന കത്തി അമരുന്ന ടെല്ലവീവും ഹൈഫയും ജെറുസലേമും ഒക്കെ ഉണ്ടായിട്ടും ഇവിടെ ട്രാൻസ്പോർട്ടേഷനെയോ ഇവിടെയുള്ള ഒരു വൈദ്യുതിയെയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു AC-യോ അല്ലെങ്കിൽ ഞങ്ങളുടെ സാലറിയോ ഫുഡിനെയോ അക്കോമഡേഷനെയോ ഞങ്ങളുടെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് പോലുള്ള സംരംഭങ്ങൾ അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ട് നോർമൽ ലൈഫ് തന്നെയാണ്. പക്ഷെ ഇത് എത്രത്തോളം ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ഇല്ല, നിങ്ങൾ ഇപ്പോഴും ദരിദ്രരാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്കത് മനസ്സിലാകാത്തത്. ഒരു മാസത്തെ സാലറി പോലും മുടങ്ങിയിട്ടില്ല, ഒരു ദിവസത്തെ സാലറി മുടങ്ങിയിട്ടില്ല, ഒരു നേരം പട്ടിണി കിടന്നിട്ടില്ല. ഒരു സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ ഇന്ന് രാവിലെ ഇന്നൊരു അറ്റാക്ക് ഉണ്ടാകുന്നു നെസിയോൻ എന്ന സ്ഥലത്താണ്, 2.5 കിലോമീറ്റർ അപ്പുറമാണ്. അവിടെ ശരിയാണ്, ഈ പറയുന്ന അയൺ ഡോമിനെ ഭേദിച്ചുകൊണ്ട് അവിടെ ഒരു മിസൈലിന്റെ ഒരു ചീള് തെറിച്ച് വീണു. അതിനർത്ഥം ഒരു അരമണിക്കൂറിന് ശേഷം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റ് അവിടെ ക്ലീൻ ചെയ്ത് അത് പഴയ കാലത്തിലേക്ക് വന്നു, അതായത് നോർമൽ ലൈഫിലേക്ക് വന്നു. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇതൊക്കെ ഇവർക്ക് നേരത്തെ അറിയാം. ഈ ഇറാനെ ഇത്രയും അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴും തിരിച്ച് പ്രത്യാക്രമണം വരും എന്ന സത്യം തിരിച്ചറിയാത്ത പൊട്ടന്മാരല്ല ഇസ്രായേലുള്ളവർ. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ആബിയോട് സംസാരിച്ചും പറഞ്ഞ കാര്യം. ഒരു പക്ഷേ അമേരിക്ക ഈ ആണവായുധത്തെ തകർത്തില്ലായിരുന്നെങ്കിൽ, ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു പറഞ്ഞൊരു കാര്യമാണത്,
അമേരിക്ക അത് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ അത് ചെയ്യുമെന്ന് ബിബി എന്ന് പറയുന്ന ഒരാൾ ദീർഘവീക്ഷണത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ടെല്ലവീവ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ തലച്ചോറായിട്ടുള്ള ബ്രെയിൻ ആയിട്ടുള്ള ടെല്ലവീവിന്റെ അഗാന്തരങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അത് തന്നെയാണ് ഇവിടെ ഉള്ളവരും പറയുന്നത്. അതുകൊണ്ട് ഇക്കണോമിക്കലായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലിയോ അല്ലെങ്കിൽ മെന്റലിയോ ഒന്നും തന്നെ ഞങ്ങൾ അസ്വസ്ഥരല്ല. അതുപോലെ തന്നെയാണ് ഇസ്രയേലിന്റെ ഈ പറയുന്ന അതോറിറ്റികൾ ആരും തന്നെ അസ്വസ്ഥരല്ല. അല്ല, അപ്പോൾ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? കെട്ടിടങ്ങൾക്കും സാധാരണക്കാർക്കായിട്ടുള്ള ഇവിടെ ഉള്ളവർക്കും സിവിലൈസും സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനർത്ഥം ഈ പറയുന്ന തരത്തിലുള്ള മീഡിയയുടെ ഈ ഒരു എന്താ പറയാ, അവരുടെ സാങ്കല്പികതയിലുള്ള ആ ഒരു കാര്യത്തിൽ നടന്നിട്ട് ടെല്ലവീവിലൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. ബെൻഗൂറിയൻ എയർപോർട്ട് സംഭവിച്ചിട്ടില്ല, ഹൈഫ പോർട്ട് സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള മെയിൻ കേന്ദ്രങ്ങളാണല്ലോ നമുക്കുള്ളത്. ഓഫ് കോഴ്സ് ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത്, ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെയുള്ള ഈ പറയുന്ന ലോക സമാധാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഈ ഭീകരരെയാണെങ്കിൽ അവര് ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ സാധാരണക്കാരെയാണ്. അത് ഈ അയൺ ഡോമുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. അത് ഞങ്ങൾ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അല്ല, ഇറാനിൽ ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ട്. ഇസ്രയേൽ അതുപോലെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നടപടിയിൽ അമർഷവും രോഷവും പ്രതിഷേധവും ഒക്കെയുള്ള ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ടോ? ഇത് മറ്റേ നമ്മുടെ ഹിസ്ബുള്ളയുടെ അറ്റാക്ക് അല്ലെങ്കിൽ ഹമാസിന്റെ അറ്റാക്ക് സംഭവിക്കുന്നതിന് മുന്നേ ഓഫ് കോഴ്സ് നമ്മുടെ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് പറയുന്ന പോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തോട് താല്പര്യമില്ലാത്തവർ പൊതുവേദികളിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ് സംഭവിക്കുന്നത്, വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം ഒക്കെ ഇവിടെയുള്ള പൊതുവേദികളിൽ കൂടാറുണ്ട്. അത് സർവ്വസാധാരണമാണ്. പക്ഷെ ഒരു യുദ്ധം വന്നു കഴിയുമ്പോൾ, ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ഒരു വിദഗ്ധൻ പറഞ്ഞതുപോലെ, യുദ്ധം വന്നു കഴിയുമ്പോൾ രാജ്യം ഒന്നാണ്. അതിൻ്റെ അകത്ത് രാജ്യമെന്ന വികാരമാണ്. അതിനകത്ത് അതല്ലാതെ കണ്ടിട്ടുള്ളത് ഇന്ത്യയിൽ മാത്രമാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ, ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് ഈ പറയുന്ന ഈ സാധാരണക്കാരെ കൊന്ന, ഈ കശ്മീരിൽ കൊന്ന സംഭവത്തിൽ കേരളം ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം അപലപിച്ചപ്പോഴും കേരളത്തിലെ ഭരണാധികാരികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിനെ നടക്കാൻ പാടില്ലാത്തതാണെന്ന് സംഭവിച്ച ഒരു നഗ്നസത്യം കണ്ടത് കേരളത്തിൽ മാത്രമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടാണ്. ബിബി എന്ന് പറയുന്ന ഭരണാധികാരിയോട് ചേർന്ന് വെച്ച് തന്നെയാണ് ഇവിടുത്തെ IDF-ഉം ഹോം കമാൻഡ് സിസ്റ്റങ്ങളും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ഓക്കെ ജിബി. യെസ്, നിർമ്മൽ എബ്രഹാം, ഞാൻ നേരത്തെ ഈ യുദ്ധം അത് സാമ്പത്തികമായി ഇസ്രയേലിനെ എങ്ങനെ ബാധിച്ചു എന്ന് ജിബി യോഹന്നാനോട് ചോദിക്കുകയുണ്ടായി. നോക്കൂ, ഈ ഹോർമുസ് കടലിടുക്ക് അത് അടക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ വ്യാപാര വാണിജ്യ ബന്ധങ്ങളെ അത് ഏത് രീതിയിൽ ബാധിക്കും? പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ അടക്കം എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകും? സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രത്യാഘാതം ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി ഉള്ള ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ സപ്ലൈയുടെ 25% സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ കൂടെയാണ് വരുന്നത്. അത് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂട്ട് തന്നെ മാറ്റി വിടേണ്ടി വരും. അങ്ങനെ മാറ്റി വിടുമ്പം ആ എക്സ്ട്രാ വരുന്ന സമയം ഒരു പ്രശ്നം, ട്രേഡിന് ഡിലേ വരും, എക്സ്ട്രാ വരുന്ന കോസ്റ്റ് അവസാനം കസ്റ്റമറായ നമ്മുടെ മേൽ വരും. അപ്പോൾ അത് നാച്ചുറലി ഫുഡിലും ഓയിലിലും ഇൻഫ്ലേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇൻഫ്ലേഷൻ വർദ്ധിക്കാനുള്ള സാധ്യത ഒരു വശത്ത് നിൽക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റുകൾ വോളറ്റൈൽ ആകാനുള്ള സാധ്യത വേറെ വശത്ത് നിൽക്കുന്നു. ഈ വഴിതിരിച്ച് വിടുന്നത് കൊണ്ട് തന്നെ ഇൻഷുറൻസ് പ്രൈസസ് കൂടും. പ്രത്യേകിച്ച് മെറീൻ ഇൻഷുറൻസ് ഒക്കെ അപ്പോൾ തന്നെ അവരുടെ പ്രീമിയം ഹൈക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വശത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ നിൽക്കുന്നു. മറുവശത്ത് ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ഖത്തറിലുള്ള US എംബസി പറഞ്ഞിരിക്കുന്ന ഖത്തറിലുള്ള അമേരിക്കൻസ് എല്ലാവരും ഷെൽട്ടർ കണ്ടെത്തി വെക്കുക, അല്ലെ സൂക്ഷിച്ച് നടക്കുക. കാരണം ഏത് സമയത്ത് ഒരു അറ്റാക്ക് ഉണ്ടായേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഓർക്കണം, ഖത്തറിൽ അമേരിക്കക്കാർ മാത്രമല്ല, ഒരുപാട് മലയാളികളുള്ള, ഒരുപാട് ഇന്ത്യക്കാരുള്ളൊരു സ്ഥലം കൂടെയാണ്. അപ്പോൾ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ ഫൈനാൻഷ്യൽ ഇത് പോട്ടെ, ജീവന് തന്നെ ഭീഷണിയാകാം. പിന്നെ ഇത് സ്പിൽ ഓവർ ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ സ്പിൽ ഓവർ ചെയ്താൽ, അതായത് ഇപ്പം പല ബേസുകൾ, ഏകദേശം 19ഓളം രാജ്യങ്ങളിൽ US-ന് മിലിറ്ററി ബേസസ് ഉണ്ട്. അതിൽ ഇതുവരെ കേട്ട ഇൻഫർമേഷൻ അനുസരിച്ച് ഖത്തറിൽ നിന്നും ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും മാത്രമാണ് അവർ ബേസുകൾ മാറ്റിയിട്ടുള്ളത്. ബഹറിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. അപ്പം ഏത് രീതിയിലാണ് ഇറാൻ ഒരു അറ്റാക്ക് നടത്താൻ പോകുന്നത്? അത് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ഇന്ത്യക്കാരും മലയാളികളുള്ള സ്ഥലമാണ്. അവരെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ തന്നെ സ്കൂളുകളൊക്കെ ഓൺലൈനാക്കി, പല സ്ഥലങ്ങളും ബഹറിലും ഖത്തറിലും ഒക്കെ ഓൺലൈനാക്കി. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് ഒരു വശത്ത്. ഫൈനാൻഷ്യലി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രാങ്കിൾ ചെയ്യും. നമ്മൾ മുമ്പുള്ള യുദ്ധങ്ങളിലൊക്കെ കണ്ടതാണ്. യുക്രൈൻ റഷ്യ യുദ്ധത്തിലായിക്കോട്ടെ, ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലായിക്കോട്ടെ, ഇത് സാധാരണ നമുക്ക് ഓയിൽ പ്രൈസ് കൂടുന്നതും ഇൻഫ്ലേഷണറി ട്രെൻഡുകളും ഒക്കെ നമ്മൾ കണ്ടാണ്. അതിവിടെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ വേറൊന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇസ്രായേലിൻ്റെ കേസിൽ ഇപ്പോൾ ഇത് എത്രത്തോളം നീണ്ടുപോകും എന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഇറാന് മറ്റ് ഓപ്ഷൻ ഇല്ല.
റെജീം ചേഞ്ചിലോട്ട് അമേരിക്കയും ഇസ്രായേലും ഇത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ ഹെൽപ്ലെസ് ആണ്. പക്ഷേ ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് കറക്റ്റാണ്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പം നമ്മൾ വേറെ ഏത് രാജ്യം എടുക്കും, ഇപ്പോൾ കാനഡ എടുത്തോളൂ. ഇപ്പം നാളെ ഇവിടുത്തെ ലിബറൽ പാർട്ടിയെ അടിച്ചോടിക്കുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്ട്രോങ് ലീഡറായിട്ടുള്ള പിയർ പോളിയേവ് ഉണ്ട്. അവിടുത്തെ ഒരുപാട് ജനങ്ങളുണ്ട് കൺസർവേറ്റീവ് ആശയങ്ങളുള്ള. അതുപോലെ ഏത് രാജ്യം എടുത്താലും നമുക്കറിയാം. പക്ഷേ ഇവിടെ ആശയങ്ങളുള്ള ജനങ്ങളുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരിക്കൽ പോലും അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എക്സ്പ്രസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ വലിയൊരു എന്താ പറയുന്ന ഒരു ജനസമൂഹമോ അവർക്കൊരു ലീഡറോ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ആരായിരിക്കും അവിടെ ഈ റെജീം ചേഞ്ച് വന്നാൽ ആരായിരിക്കും ഇവരുടെ നേതാവായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഇൻറ്റേർണലി വില്ലിങ് ആണോ എന്നുള്ളത് അറിഞ്ഞാൽ ഒരു പക്ഷേ ഇസ്രായേലും അമേരിക്കയും കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അമേരിക്കയെ ബ്ലെയിം ചെയ്യും. പിന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല അറ്റാക്ക്, മിഡിൽ ഈസ്റ്റിൽ വരാൻ പോകുന്ന അറ്റാക്ക് അമേരിക്ക എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ എയർബേസുകളൊക്കെ ചിലപ്പം ഇറാൻ അറ്റാക്ക് ചെയ്തേക്കാം. പക്ഷേ വേറൊരു ആംഗിൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ കഴിഞ്ഞ 4 വർഷം 10 മില്യണോളം വരുന്ന ഡോക്യുമെൻറ്റഡ് അല്ലാത്ത ഇല്ലീഗൽ ഇമിഗ്രൻസ് കയറി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കണക്ക് കൃത്യമായിട്ട് എടുത്തു നോക്കി ഇറാനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം. അപ്പം ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷന് കീഴിൽ തന്നെ പിടിക്കപ്പെട്ടവർ, എല്ലാവരും പിടിക്കുന്നില്ലെന്ന് ഓർക്കണം, പിടിക്കപ്പെട്ടതിൽ തന്നെ 2500ഓളം ഇറാനിയൻസ് കയറിയിട്ടുണ്ട്. അതിൽ പകുതി പേരെ അമേരിക്കൻ സിസ്റ്റം വെച്ചിട്ട് ക്യാച്ച് ആൻഡ് റിലീസ് എന്ന് പറഞ്ഞിട്ട് രാജ്യത്തോട്ട് തന്നെ വിട്ടിട്ടുണ്ട്. ഇത് പിടിക്കപ്പെട്ടവർ, പിടിക്കപ്പെടാതെ നുഴഞ്ഞു കയറിയ ആളുകളും ഉണ്ട്. അപ്പം അമേരിക്കയ്ക്ക് അകത്ത് ഇപ്പോൾ ഒരു അലേർട്ടുണ്ട്. കാരണം ഏത് രീതിയിലൊരു അറ്റാക്ക് സംഭവിച്ചേക്കാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് പറഞ്ഞ് അവിടുത്തെ ഒപ്പോസിഷൻ തന്നെ ട്രംപിനെതിരെ പറയുന്നത് എന്തിന് 9/11 ശേഷം ഒരു അറ്റാക്ക് നമുക്ക് ഉണ്ടായിട്ടില്ല, വെറുതെ അനാവശ്യമായിട്ടൊരു അറ്റാക്ക് വലിച്ചഴിച്ചുകൊണ്ട് വരുന്നു എന്ന് അവർ പറയുന്നു. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ഇതേ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്, ഒരു ഉപമ പറഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും, ഇതേ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എല്ലാ ദിവസവും ഹൗസിലും സെനറ്റിലും ഗൺ ലോ കൊണ്ടുവരണമെന്ന് വാദിക്കുന്നത്. അതായത് ഒരു വീടുകളിലും ഒരു മനുഷ്യൻ്റെയും കയ്യിൽ അമേരിക്കയിൽ തോക്ക് കാണാൻ പാടില്ല. അതിനൊരു കാരണം പറയുന്നത് 12-14 വയസ്സുള്ള അഗ്രസീവായിട്ടുള്ള ബുദ്ധിയും ബോധവും പൂർണ്ണമായിട്ട് ഉദിക്കാത്ത എന്ത് മണ്ടത്തരവും ആ പ്രായത്തിൽ കാണിച്ചേക്കാവുന്ന കുട്ടികൾ ആ വീടുകളിലുണ്ട്. അവർ ഓരോ സ്കൂളിലും ചെന്ന് സ്കൂൾ ഷൂട്ടിംഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എത്രയോ ജനങ്ങൾ മരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് ആയുധം കൊടുക്കാമോ എന്ന് ചോദിക്കുന്ന അതേ ഡെമോക്രാറ്റിക് പാർട്ടി ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് വന്നാൽ പ്രശ്നമില്ല എന്ന് വാദിക്കുന്ന കാണുമ്പോഴത്തേക്കും അതിലൊരു ഇരട്ടത്താപ്പ് കൺഫ്യൂസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഏറെക്കുറെ യുദ്ധം, താങ്കൾ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല. കാരണം യുദ്ധത്തിൽ ക്രിക്കറ്റിലാണെങ്കിൽ റൺസ് സ്കോർ ചെയ്യുന്നവർ ജയിക്കും, ഫുട്ബോളിലാണെങ്കിൽ ഗോൾ അധികം നേടുന്നവർ ജയിക്കും. പക്ഷേ യുദ്ധത്തിൽ ഡാമേജ് അധികം നേടുന്നവർ, കൂടുതൽ ജനങ്ങൾ മരിക്കുന്നവരാണ് തോൽവി ഏറ്റുവാങ്ങുന്നത്. സോ അത് ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിനൊരു അവസാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഐഡിയലി ഇറാൻ നെഗോഷിയേഷൻ ടേബിളിലോട്ട് വരണം. പക്ഷേ അവരുടെ അഭിമാനം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രയും നാൾ കൊണ്ട് മനസ്സിലായത്. പക്ഷേ എന്ത് കണ്ടിട്ടാണ് എന്നുള്ളതും മനസ്സിലാകുന്നില്ല. കാരണം ഒരു തരത്തിൽ ഇപ്പോൾ ചൈനയും റഷ്യയും തന്നെ എടുക്കാം. റഷ്യ താങ്കൾ പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക്കലി ഒരു പക്ഷേ ഇടപെട്ടേക്കാം. പക്ഷേ ഡയറക്റ്റായിട്ടൊരു ഇൻവോൾവ്മെൻറ്റ് അവർക്ക് പോസിബിലിറ്റി ഇല്ല. പിന്നെ ഉള്ളത് ചൈനയാണ്. ചൈനയും അവരുടെ റീസെൻറ്റ് ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടില്ല. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം വന്നു, പലസ്തീൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുത്തു, വേറൊന്നും ചെയ്തിട്ടില്ല. ഡിപ്ലോമാറ്റിക്കലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം വന്നു, റഷ്യയ്ക്ക് ട്രേഡ് വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ഓയിൽ മേടിച്ച് അവരെ സഹായിച്ചു, വേറൊന്നും ചെയ്തിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നു, പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു, മുന്നോട്ട് വന്നിട്ടില്ല. ഈ കേസിലും മിലിറ്ററിലി ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഇറങ്ങുന്ന പോലെ ഇറാന് വേണ്ടി ചൈന ഇറങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇറാനായിട്ട് കുളമാക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഏത് രാജ്യം എടുത്തു, സൗദി അറേബ്യ, അവിടെ 15% വരുന്ന ഷിയ പോപ്പുലേഷനുണ്ട്. അവിടെ ഒരു അൺറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ബഹ്റിൻ സുന്നി റൂളുള്ള എന്നാൽ ഷിയ മെജോറിറ്റി ഉള്ള ഒരു രാജ്യം, അവിടെ ഷിയ സുന്നി സ്പ്ലിറ്റ് ഉണ്ടാക്കി ഒരു അൺറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് അവരും പിണക്കത്തിലാണ്. പിന്നെ ലെബനോണിൽ ഹെസ്ബുള്ള പോലുള്ളൊരു ഷിയ മിലിഷ്യയെ നിർമ്മിച്ചുകൊണ്ട് വന്നു. യമനിൽ ഹൂത്തികളെ നിർമ്മിച്ചുകൊണ്ട് വന്നു. സിറിയയിൽ ആസാദ് റജീമിന് സപ്പോർട്ട് കൊടുത്തു. ഇങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലും അവർക്ക് സപ്പോർട്ടില്ല. സോ ഒന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ ഏത് എക്സ്ട്രീം വരെ ഇതൊരു വാർ സ്ട്രാറ്റജി ആയിട്ട് ഒരു പക്ഷേ നാളെ ഒരു യുദ്ധത്തിൻ്റെ സ്പിൽ ഓവറായിട്ട് കൊളാറ്ററൽ ഡാമേജ് ആയിട്ട് ആളുകൾ മരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഒരു ജനറൽ ഇമോഷൻ വന്ന് അതിലേക്ക് ഒരു പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ ഒരു ഇമോഷൻ വന്നേക്കാം, ഒരു സെൻറ്റിമെൻറ്റ് വന്നേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. അല്ലാത്ത പക്ഷം അവർക്ക് എന്താണ് ഇതിൽ നിന്ന് നേടാൻ കഴിയുക എന്നുള്ളത് പോലും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങനെ ഒരു സെൻറ്റിമെൻ്റ്, ഒരു അനുകമ്പ ഇറാനോട് ഉണ്ടാകുമോ? അതായത് മാത്രമല്ല അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ ഒരു വികാരം അത് ഉയർന്ന് പൊങ്ങുമോ? അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ? അതിലേക്ക് വരുന്നതിന് മുന്നേ നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിൽ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് ആഡ് ചെയ്യാന്ന് വിചാരിക്കണം. എന്തുകൊണ്ടാണ് ഈ അറബ് ലോകം ഇതുപോലുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാൻ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് വരാത്തത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് വഴങ്ങാത്തത് എന്ന ഒരു ചോദ്യം ഇവിടെ വന്നിരുന്നു. ഞാൻ ആ സമയത്ത് ഇടപെടണം വിചാരിച്ചു, പിന്നെ നടന്നില്ല.
അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളത് പറയുമ്പോഴാണ് ഇതിൻ്റെ ഈ ആശയപരമായിട്ടുള്ള വിഷയത്തിലേക്ക് നമ്മൾ കിടക്കേണ്ടതായിട്ട് വരാം. ഇപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയമാണല്ലോ സത്യത്തിൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് ഇറാന് നേരിടുന്ന വിഷയത്തിലേക്ക് ഇത് കൊണ്ടെത്തിച്ചത്. നമ്മൾ ഈ പ്രോക്സി വാറും നമ്മളുടെ ഹിസ്ബുള്ള, ഹമാസും ഹൂത്തികളും ഇവരെയൊക്കെ ഇളക്കി വിട്ടതും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ഈ മതത്തിൽ തന്നെ ഇവർ കൊണ്ട് നടക്കുന്ന ജൂതവിരുദ്ധതയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അവിടെയാണ് ഈ മതം കടന്നു വരുന്നത്. ഇസ്ലാമിക രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈ വിഷയം വരുന്നുണ്ട്. എന്നാൽ ഇതേ ആശയം കൊണ്ടു നടന്നിരുന്ന ആളുകളായിരുന്നു സത്യത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങൾ മിക്കവയും. എന്ന് വെച്ചാൽ ഇപ്പോൾ 48 ഇസ്രായേൽ രൂപീകൃതമാകുന്ന ഘട്ടത്തിൽ അവർ അറ്റാക്ക് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സൗദിയും ഈ പറയുന്ന ജോർദാനും എല്ലാവരും കൂടി ഒരുമിച്ചാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഇതിൽ ഓരോരോ രാജ്യങ്ങളായിട്ട് പിന്നോട്ട് വലിയുന്നതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അബ്രഹാം അക്കോർഡ്സിനൊക്കെ ശേഷം നമ്മൾ സൗദി വരെ വന്നെത്തി നിൽക്കുന്ന ഒരു ബന്ധം ഊഷ്മളമാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തുന്ന ഒരു വലിയ പ്രോസസ്സാണത്. അപ്പോൾ ഒരുപാട് അറബ് രാഷ്ട്രങ്ങൾക്ക് ഈ ജൂതവിരുദ്ധത മാറ്റിവെച്ച് അതിലൊന്നും കാര്യമില്ല. നമ്മൾ ജീവിക്കേണ്ടത് ആധുനിക ലോകത്ത് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഡിപ്ലോമസിയിലൂടെയൊക്കെ തന്നെയാണ് എന്ന് തിരിച്ചറിവുണ്ടാവുന്ന ഒരു ഘട്ടം വരുമ്പോഴും അതിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിടുതൽ വാങ്ങാത്ത ചില ആളുകളുണ്ട്. അവരാണ് ഈ പറയുന്ന കൂട്ടം ആളുകൾ എന്ന് വേണം നമ്മൾ പറയാൻ. അതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. ഇനി ഇതിൽ പറയുമ്പോൾ ഈ ഈജിപ്ത് ഈ ബന്ധം ഊഷ്മളമാക്കുന്ന ഘട്ടം വന്നപ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ ആ സംഘടനയിൽ നിന്നും ഈജിപ്തിനെ സസ്പെൻഡ് ചെയ്യാണ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? സമാധാനം ഉണ്ടാക്കിയെന്നതിൻ്റെ പേരിലാണ്. എന്ന് പറയുന്ന പോലെ ഓരോ രാഷ്ട്രവും ഇത് അല്ലെങ്കിൽ ഇപ്പോൾ ഹമാസ് വരുന്നതിന് മുന്നേ യാസർ അറാഫത്ത് ഉണ്ടായിരുന്ന സമയത്ത് ജോഹാനസ്ബർഗിൽ നടത്തിയ 93 ഓസ്ലോ അക്കോർഡ്സിന് ശേഷം അവിടെ വലിയൊരു പ്രശ്നമായിരുന്നു. എന്തിനാണ് അങ്ങനെ ഇടുന്നത്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവരതിന് ഉത്തരം കൊടുക്കുന്നത് ഇതാണ്: ഇതൊരു ഹുദൈബിയ സന്ധി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുകയാണ്, ബാക്കി അറബ് രാഷ്ട്രങ്ങളെ സമാധാനിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഹുദൈബിയ സന്ധി നമ്മൾ പറയുന്നത് അവിടെയാണ്. അപ്പോൾ അതൊരു വഞ്ചന തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. അതൊരു ഡിപ്ലോമസി അല്ല, അത് പറ്റിക്കുകയാണ് എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് വരുന്നു. പിന്നെ നമ്മളിപ്പോൾ കാണുമ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഹമാസ് പിന്നീട് വരികയാണ്. ഈ യാസർ അറാഫത്തിന് തീവ്രത കുറഞ്ഞു പോയി എന്ന പേരിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഹമാസിൻ്റെ ചാർട്ടറിൽ അവരെന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ആ ആർട്ടിക്കിൾ 13 അവരെഴുതി വെച്ചിരിക്കുന്നത്, അതായത് ഈ ചർച്ചയുടെ പരിഹാരം എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ചർച്ച കൊണ്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ പരിഹാരം എന്ന നിലയ്ക്ക് ചർച്ചകൾ കൊണ്ടോ മറ്റേതെങ്കിലും തലത്തിലുള്ള ഇടപെടൽ കൊണ്ടോ ഒന്നും സാധിക്കില്ല. ദർ ഈസ് നോ സൊല്യൂഷൻ ഫോർ ദ പലസ്തീനിയൻ ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ത്രൂ ജിഹാദ് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പച്ചയ്ക്ക് എഴുതി വെക്കുകയും അത് അവരുടെ രീതിയായിട്ട് ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഡിപ്ലോമസി നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അവിടെ തെറ്റ് നമുക്കാണ് പറ്റുന്നത്. അത് ലോകത്ത് എത്ര പേര് ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൂട്ടം ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഇസ്രായേലും ഒന്ന് അമേരിക്കയും തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ആ പ്രശ്നത്തിന് മറുപടി ആയിക്കൊണ്ട് കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ കൃത്യമായിട്ടുള്ള മറുപടികൾ ഈ രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരുന്നതിൻ്റെ കാരണം ഇതാണ് വിഷയം എന്ന് അവർക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ദിസ് ഇസ് എൻ ഐഡിയോളജി ദിസ് ഇസ് എ വാർ ബിറ്റ്വീൻ ഐഡിയോളജീസ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അല്ലാതെ ഇതൊരു ജോഗ്രഫി സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയമാണ്, അതിർത്തി തർക്കമാണെന്നൊന്നും അവർ പറഞ്ഞു നിൽക്കുന്നില്ല, സമയം കളയാനില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിലിപ്പോൾ ചോദിച്ച ചോദ്യം, ഇറാൻ അങ്ങനെ ഒരു കൺസെഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുകമ്പ എന്ന് പറയുന്നത്, അനുകമ്പ ഈ ജനത അർഹിക്കുന്നുണ്ട്, അതാണ് ഞാൻ പറയുക. പക്ഷേ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ഇവർക്കൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വസതിയും അല്ലെങ്കിൽ അതുപോലെ കെട്ടിടങ്ങളും പിന്നെ കുറച്ച് സൈന്യമൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ അവരെ ഒരു തീവ്രവാദ സംഘമായിട്ട് നമുക്ക് അവരെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇറാനിയൻ ജനത പോലും വെറുക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ടാണ് സത്യത്തിൽ അവിടുത്തെ ഈ മത ഭരണകൂടം അവിടെ നിന്നിരുന്നത്. പക്ഷെ അപ്പോഴും അവിടുത്തെ എലക്റ്റഡ് ഗവൺമെൻറ് അവിടെ വേറെ തന്നെ ഉണ്ട്. അവരെയല്ല ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ US പോലും പറയുന്നത് അങ്ങനെയല്ല, അതായത് നിങ്ങളെ നമ്മൾ കൊല്ലുമെന്നോ അല്ലെങ്കിൽ അവരെ താഴെ ഇറക്കുന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ മതഭരണകൂടത്തിൻ്റെ അടുത്താണ് കൃത്യമായിട്ട് പറയുന്നത്, ഖൊമേനിയുടെ അടുത്താണ് കൃത്യമായിട്ട് പറയുന്നത്, IRGCയുടെ അടുത്താണ് കൃത്യമായിട്ട് പറയുന്നത് നിങ്ങളെ നമ്മൾ ഇറക്കിയിരിക്കുക. കാരണം ഈ വിഷയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവിടുത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് അല്ല, അത് ഈ IRGCയും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈ ഒരു ഖൊമേനി നേതൃത്വം കൊടുക്കുന്ന ആ ഒരു മുല്ലമാരുടെ കൂട്ടമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഭീകരത തന്നെയാണ്. ഇപ്പോൾ അവിടെ ഒരു ക്ലോക്ക് വെച്ചിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കൗണ്ട് ഡൗൺ ആണ്. ഇസ്രായേലിൻ്റെ അന്ത്യം 2040 സംഭവിക്കുമെന്ന് പ്രവചിച്ചുകൊണ്ടൊരു ക്ലോക്കും വെച്ചുകൊണ്ടൊരു സംഗതി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ പ്രോഗ്രാം റൺ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ബാലിസ്റ്റിക് മിസൈൽസിൻ്റെ പ്രോഗ്രാം റൺ ചെയ്യുക. ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ആശയം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഉന്മൂലനം ചെയ്യുക എന്ന് വരുമ്പോൾ
ഇതിൽ പരം ഒരു ഒരു എന്താ പറയുക വൃത്തികെട്ട സമീപനം വേറെ എന്താ ഉള്ളതെന്ന് നമ്മൾ ചോദിക്കുന്ന അവിടെയാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പാകിസ്ഥാനിലെ ഓരോ ഇലക്ഷൻ നടക്കുമ്പോഴും അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷനിലേക്ക് വരുന്ന ആളുകൾ പോലും അവർ വോട്ട് നേടുന്നത് ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടാണ്. കാരണം അങ്ങനെയാണ് അവർക്ക് അവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരു വില കിട്ടുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഇസ്രായേൽ വിരുദ്ധത വിറ്റുകൊണ്ട് ചെലവഴിച്ചുകൊണ്ട് ഇറാനിയൻ ജനതയെ കൂടെ നിർത്താൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു സംഗതി ആയതുകൊണ്ട് തന്നെയാണ് പഹൽവിയെ പോലെയുള്ള ഒരാൾ വന്ന് ജസ്റ്റ് ഒന്ന് നിന്നു കൊടുത്താൽ തന്നെ അത് ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റിയ ആളുകൾ അവിടെ ഒന്നും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അത് അത്തരത്തിലുള്ള ചില ആളുകളെ നമുക്ക് കണ്ടുമുട്ടാനും കൂടി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. അവർ എത്രത്തോളം ഇതിന് മുന്നിലേക്ക് വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ യുവത അവിടെയുള്ള ആളുകൾ അവർ ലോകം സഞ്ചരിച്ച് പഠനം നടത്തി അതുപോലെ മറ്റു പല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു മൊമെൻറ്റ്, അതിനുവേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇറാനിയൻ ജനതയാണ് ഇവിടെ ആ അനുകമ്പ അർഹിക്കുന്നത്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖൊമേനിയോ അവരുടെ കൂടെയുള്ള ഈ ഒരു തീവ്ര മതബോധവും കൊണ്ട് നടക്കുന്ന ഈ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കോ ഒരു തരത്തിലുള്ള അനുകമ്പയും അവർ അർഹിക്കുന്നില്ല. അത്തരം ഒരു നിലനിൽപ്പ് അവർക്ക് കൊടുക്കേണ്ട ആവശ്യവുമില്ല എന്നുള്ളത്, അത് ഭീകരത തന്നെയാണ്. അതിനെ ഉന്മൂലനം ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, മതഭീകരതയാണ് തച്ചുടക്കപ്പെടേണ്ടത്. യെസ്, ഐസൻ, ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിയന്ത്രണത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറാനുള്ള ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അനിൽ, ഇന്നത്തെ വാർത്തകളിൽ ഒരു പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം തന്നെയാണത്. നമുക്കറിയാവുന്നതാണ്, ഒരു 3 ദിവസം മുമ്പ് ഇതേ വിഷയം അനിൽ തന്നെ വാർത്ത അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അതായത് ഈ ആണവ കരാറിൻ്റെ, അതായത് ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയുടെ ഭാഗമാണ് ഇറാൻ. അത് ഇനി തുടർന്ന് അത് വ്യാപിപ്പിക്കേണ്ടതില്ല എന്നൊരു ധാരണയിലാണ് ഇറാൻ എന്ന രാജ്യം നിലനിൽക്കുന്നത്. എന്നാൽ ആ ഇറാൻ നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ബില്ല് അവതരിപ്പിക്കുമെന്ന് നേരത്തെ സൂചനകളെല്ലാം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ബില്ല് അവതരിപ്പിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. പക്ഷേ അത് പാസ്സായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വരാനുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ ബില്ല് അവതരിപ്പിക്കുന്നത് ഈ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ നിന്ന് പുറത്തു വരുന്നതിനപ്പുറം അതല്ല, നിലവിൽ ഒരു സാങ്കേതികമായ നടപടിക്രമം എന്ന രീതിയിലാണെന്ന് കരുതപ്പെടുന്നു. അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിയന്ത്രണങ്ങൾ ഇറാൻ്റെ മുകളിൽ കൊണ്ടുവരുന്നതിനുള്ള ആ നീക്കങ്ങളിൽ നിന്നും പിന്തിരിയാൻ, അല്ലെങ്കിൽ ആ അംഗീകാരം നൽകുന്നതിൽ നിന്നും പിന്തിരിയാനുള്ളൊരു നീക്കമാണ്. തങ്ങൾക്ക് സ്വീകാര്യമായൊരു നിലപാട് ഈ ആണവോർജ ഏജൻസി സ്വീകരിക്കുന്ന ആ സാഹചര്യത്തിൽ മാത്രം തുടർന്നും സഹകരിക്കാമെന്നൊരു നീക്കമാണ് അതിൻ്റെ താത്വികമായ ഒരു അടിസ്ഥാനമായി നിലനിൽക്കുന്നത്. അത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം നമുക്ക് അറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഈ ആണവ സംവിധാനങ്ങൾ ശക്തമാക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് ഈ ആണവോർജ ഏജൻസിയാണ്. ഈ പരിശോധന തടഞ്ഞു വെച്ചിട്ട് കുറേ കാലങ്ങളായി പരിശോധിക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. പരിശോധിക്കാൻ ചെല്ലുമ്പോൾ വർഷങ്ങളായി തന്നെ ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പരിശോധിക്കാൻ ചെന്നവരെ തടഞ്ഞതുൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ അനുവാദം നൽകാതിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഇനി മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ ആണവ സംവിധാനങ്ങളുടെ ശേഷി വെപ്പണൈസ്ഡായി തന്നെ നിലനിർത്തുന്നുണ്ട് ഇറാൻ എന്ന ഒരു റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സംഭവവികാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഗവർണേഴ്സ് മീറ്റിലൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ അത്തരത്തിലുള്ള സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായൊരു സംഭവമായതുകൊണ്ട് തന്നെ ഈ ആണവോർജ നിയന്ത്രണം എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര അനിവാര്യതയാണ്. ആ അനിവാര്യതയിൽ നിന്നും പിന്തിരിയുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നമുക്ക് അന്താരാഷ്ട്ര വിദഗ്ധരോടൊക്കെ നമ്മളോടൊപ്പമുള്ള വിദഗ്ധർക്ക് കൂടുതൽ തരാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു നയതന്ത്രത്തിലൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിൽ നിന്ന് വിട്ടുവരുമ്പോൾ ആ നയതന്ത്ര ബന്ധം തന്നെ, അടിസ്ഥാനപരമായ നയതന്ത്ര ബന്ധം തന്നെ ഉലയുമ്പോൾ പിന്നെ അങ്ങോട്ട് യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ആക്രമണത്തിലേക്കോ നീങ്ങുന്നൊരു സാഹചര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം, ആണവോർജ ഏജൻസിയുടെ പരിശോധനയ്ക്കുള്ള നീക്കം വേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് പ്രത്യാഘാതമായി മാറുക ഇറാന് തന്നെയാണ് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അനിൽ നമ്പ്യാർ. ഡോക്ടർ ജയപ്രസാദ് പ്ലീസ്. ഈ അന്താരാഷ്ട്ര തലത്തിൽ ആണവ നിർവ്യാപന കരാർ നിലവിൽ വരുന്നതും 68 അത് അംഗീകരിക്കുകയും 70 ഇറാൻ്റെ പാർലമെൻറ്റ് അംഗീകരിച്ചതാണ്. ഇന്ന് ലോകത്തിലെ 192 രാജ്യങ്ങളാണ് ഈ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ ട്രീറ്റി വരുന്നത് തന്നെ ആണവ നിർവ്യാപനത്തിന് ഐക്യരാഷ്ട്ര സംഘടനയിലെ 5 പെർമനൻറ്റ് മെമ്പേഴ്സ്, സൂപ്പർ പവേഴ്സായിട്ടുള്ള 5 പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ ഇനിഷ്യേറ്റീവിലാണ് ഇനി കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആണവായുധം വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരാർ കൊണ്ടുവരുന്നത്. പക്ഷേ അന്ന് തന്നെ ആ 4 രാജ്യങ്ങൾ മാത്രമാണ് അതിൽ നിന്ന് മാറി നിന്നത്. ഒന്ന് ഇന്ത്യ, നോർത്ത് കൊറിയ, ഇസ്രയേൽ, പാകിസ്ഥാൻ.
പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യ ഒപ്പിടാത്തത് കൊണ്ട് പാകിസ്ഥാൻ ഒപ്പിടുന്നില്ല. ഈ 4 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചതാണ്. അതിനുശേഷം 1974 പ്രോട്ടോക്കോൾ നിലവിൽ വരികയുണ്ടായി. അത് ഒരു രാജ്യത്തിനല്ല, എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു പരിശോധന എന്നുള്ള തലത്തിലല്ല, അത് ഒരു പ്രോട്ടോക്കോളാണ്. അപ്പം ഒരു അന്താരാഷ്ട്ര മര്യാദയാണ് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച രാജ്യം. അവിടെ ഒരു വിവേചനമുണ്ട്. 5 വൻശക്തികൾ തമ്മിൽ ഒരു ഗ്രേഡിലും അതിൽ അല്ലാത്ത രാജ്യങ്ങൾ മറ്റൊരു ലെവലിലാണ്. അതിൽ 3.6 സമ്പുഷ്ടീകരണം അനുവദിച്ചിട്ടുണ്ട്. കാരണം സിവിലിയൻ അല്ലെങ്കിൽ പവർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നതിന് എല്ലാ രാജ്യങ്ങളും കഴിയും. ഇപ്പം ജപ്പാൻ ഉൾപ്പെടെയുള്ള വളരെയധികം രാജ്യങ്ങൾക്ക് ഈ ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ അവർ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഈവൻ ഇസ്രായേൽ പോലും ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇന്ത്യയും നോർത്ത് കൊറിയയും പാകിസ്ഥാനും മാത്രമാണ് ഇന്നിപ്പം ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് 5 രാജ്യങ്ങളല്ലാതെ നിലനിൽക്കുന്നത്. ഇസ്രായേലിനത് ഉണ്ടാകും, പക്ഷേ അത് ഔദ്യോഗികമായിട്ട് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ടും ഇറാൻ്റെ കാര്യത്തിൽ സംശയമുണ്ടാകാനുള്ള കാരണം ഈ 1900 നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക റവല്യൂഷൻ അവിടെ നടന്നതിന് ശേഷം ഇറാൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സൊസൈറ്റി ആയി മാറി. വളരെയധികം ഒരു തരത്തിലുമുള്ള അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കാതെ എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങളും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ യാതനകളും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ തരത്തിലുള്ളൊരു ഭരണകൂടം വരികയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംശയമുണ്ടായി. അപ്പോൾ അതിനെ തുടർന്നിട്ടുള്ള പല അമേരിക്കയുടെ ഏജൻസികളും രഹസ്യാന്വേഷണ ഏജൻസികളുമൊക്കെ കണ്ടെത്തിയതാണ് സമാന്തരമായിട്ട് ഇറാനിൽ ആണവ ശാക്തീകരണം, അതായത് ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ സമ്പുഷ്ടീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് ഈ സംശയം ഒരുപാട് നീണ്ടുവരിക. അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ആദ്യം ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി, അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ്, ഡെമോക്രാറ്റ്സിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഉപരോധത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസിൽ P5, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 5 രാജ്യങ്ങളും ജർമ്മനിയും കൂടെ ചേർന്നുകൊണ്ട് ഒരു കരാറെത്തുന്നത്. ആ കരാറും ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ട്രംപിൻ്റെ നേതൃത്വത്തിൽ അമേരിക്ക അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അപ്പോൾ വീണ്ടും ഈ പറഞ്ഞ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വിശ്വാസ്യതയിൽ എടുക്കാത്ത ഒരു ആണവ പദ്ധതിയുമായിട്ട് ഇറാൻ മുന്നിലോട്ട് പോകുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. കാരണം എന്തുകൊണ്ടാണ് ഇറാനിന് സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇസ്രയേലിനാകാമെങ്കിൽ ഇറാൻ ആയിക്കൂടെ എന്നുള്ളത്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ അന്താരാഷ്ട്ര മര്യാദയുണ്ട്. നമ്മൾ ലോകത്തിൽ 192 രാജ്യങ്ങൾ അംഗീകരിക്കപ്പെട്ട ഒരു സിസ്റ്റം, ഒരു ട്രീറ്റി, അത് പ്രകാരം അത് പരിപാലിച്ച് പോകുന്നതിനുള്ള ബാധ്യത എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. അപ്പം അതിൽ നിന്ന് മാറി നിന്ന 4 രാജ്യങ്ങളെ ഞാൻ അതുകൊണ്ടാണ് മാറ്റി പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു പ്രശ്നം വരുന്നത്, ഇതിന് നയതന്ത്ര രംഗത്തുള്ള പരിഹാരം കാണണമെങ്കിൽ നയതന്ത്ര ബന്ധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റും ഈക്വാളിറ്റിയുമാണ്. അപ്പോൾ 2 കക്ഷികൾ തമ്മിലൊരു ചർച്ച നടത്തണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ വരുന്നൊരു പ്രശ്നം വെച്ചാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ 57 അംഗരാജ്യങ്ങളുള്ള ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലെ 28 രാജ്യങ്ങൾ ഇന്നും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ എന്നൊരു രാജ്യവുമായിട്ട് ഇറാന് ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് നടത്താൻ കഴിയില്ല. കാരണം ഇസ്രയേൽ എന്ന് പറയുന്നൊരു എൻറ്റിറ്റി ഔദ്യോഗികമായിട്ട് തന്നെ നിലവിലില്ല. അത് ഹമാസിനും അത് തന്നെയാണ്. അപ്പോൾ അവർ ഇപ്പോഴും ഈ 2025 ഇറാൻ്റെ പോളിസി എന്ന് പറയുന്നത് ഇസ്രയേലിലെ 90 ലക്ഷം മനുഷ്യർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ്. അപ്പോൾ പഴയ പാലസ്റ്റീനായിട്ട് അത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള വരട്ടുവാദമാണ് കഴിഞ്ഞ 78 വർഷമായിട്ട് ഈ പാലസ്റ്റീൻ പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നയതന്ത്ര പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള ചില ചേരുവകളുണ്ട്. അത് ഇവിടെ പാലസ്റ്റീൻ വിഷയം വരുമ്പോഴും ഇസ്രയേൽ വിഷയം വരുമ്പോഴും അതുപോലെ ഇറാനിലെ ഭരണകൂടവും ഇറാനിലെ മതഭരണകൂടവും അവരുടെ പ്രോക്സികളും ഉള്ളിടത്തോളം കാലം നയതന്ത്ര പരിഹാരം പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് നിലവിലുള്ള സാഹചര്യത്തിൽ നടക്കില്ല. പക്ഷേ ഇസ്രയേൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേൽ 78 വർഷത്തിനുള്ളിൽ 7 യുദ്ധങ്ങൾ ചെയ്തതുകൊണ്ട് ശരാശരി 10 വർഷത്തിലൊരിക്കൽ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജനങ്ങളത് യൂസ്ഡാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രയേൽ എന്ന് പറയുന്നത് ഈ യുദ്ധത്തിലൂടെ വളർന്നൊരു രാജ്യമാണ്. സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും ഏതൊരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യത്തിനും അതിൻ്റേതായ നഷ്ടങ്ങളുണ്ടാകും, അത് വേറൊരു കാര്യം. പക്ഷേ നയതന്ത്ര പരിഹാരത്തിന് ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകം ഇസ്രയേലിനെ അംഗീകരിക്കാതിരിക്കുന്നതാണ്. അത് അംഗീകരിക്കാത്തിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, നിർമ്മൽ ജോർജ് കേൾക്കാം. എബ്രഹാം കേൾക്കാമോ? ഓക്കെ, നിർമ്മൽ എബ്രഹാം, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ വിളിച്ചിരുന്നു ടെലിഫോണിൽ. ഇന്ന് ഇറാൻ പ്രസിഡന്റ് തിരിച്ച് നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഭാരതത്തിന് ഈ പ്രശ്നം
ഈ യുദ്ധത്തിന് ഒരു അന്ത്യമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിന് ഇടപെടാൻ, കാരണം ഇറാനുമായിട്ടും ഇസ്രയേലുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഭാരതത്തിന് ഏത് രീതിയിൽ ഇടപെടാൻ പറ്റും, അതിന് സാധ്യതയുണ്ടോ? ഭാരതം ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമോ? നിർമ്മല എബ്രഹാം, ക്ഷമിക്കുക, താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല. ആരിഫ് ഹുസൈൻ, ഈ ചോദ്യം ഞാൻ താങ്കളോട് ഉന്നയിക്കുകയാണ്. ഭാരതത്തിൻ്റെ റോൾ, നിർണായകമായിട്ടുള്ള ഈ നിമിഷങ്ങളിൽ ഭാരതത്തിന് നേതൃപരമായിട്ടുള്ളൊരു പങ്ക് വഹിക്കാൻ പറ്റുമോ? ഒരു ഇടനിലക്കാരൻ്റെ റോള് വഹിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഭാരതം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരു രാഷ്ട്രങ്ങളുമായിട്ടും നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ ആ ലോകഗുരു എന്ന് പറയുന്ന ആ നേതൃപരമായിട്ടുള്ള ആ സ്ഥാനം ഇതിന് ഈ താൽക്കാലികമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ എത്രത്തോളം ഉപകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളതല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്നലെ മോദി നിലവിലെ ഇറാനിയൻ പ്രസിഡന്റ് പെസക്കിയാൻ അദ്ദേഹത്തെ വിളിക്കുകയും ഇതിലൊരു സമവായം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിനെ കുറിച്ച് നമ്മൾ കേട്ടു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മോദി വിളിച്ചത് ഖൊമേനിയെ അല്ല വിളിച്ചത്, അവിടുത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഭരണകൂടത്തെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ റെപ്രസെന്റ് ചെയ്ത് വോട്ട് ചെയ്ത് എന്ന് പറയപ്പെടുന്ന ആള്. സംഗതി ആള് കളിപ്പാവയാണ്, ഖൊമേനിയുടെ പപ്പറ്റാണെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷെ എന്ത് തന്നെയായാലും ജനങ്ങളുടെ മുന്നിൽ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആള് പ്രസിഡന്റ് തന്നെയാണ്. എന്ന നിലയ്ക്കും ഇദ്ദേഹത്തിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു പിന്നാമ്പറം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കുറേം കൂടി ഫോർവേഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണെന്നാണ് ആ ഇലക്ഷന്റെ ടൈമിലൊക്കെ നമ്മൾ കേട്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളെ തന്നെ വിളിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ഇന്ത്യ എടുത്ത നിലപാട് കറക്റ്റ് ആണെന്നാണ് ഞാൻ പറയുക. കാരണം അവിടെ നമ്മൾ സൈഡ് ചെയ്യുന്നത് ഇറാനിയൻ ജനതയോടൊപ്പമാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇവിടെ ഇറാനിയൻ ജനതയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം അവരെ ആ ജനതയെ കൊന്നുതള്ളുന്ന, അവരുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റിയിട്ടുള്ള പെർസിക്യൂഷൻ നിരന്തരം നടത്തിയിട്ടുള്ള മഹ്സാമിനിയുടെ വിഷയമടക്കമുള്ള കാര്യങ്ങൾ, ഇതുപോലെ പൊളിറ്റിക്കൽ ഇതുപോലെ ഒരു വെൻഡേറ്റയുമായിട്ട് നടക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടക്കുന്ന ആ ഒരു ഖൊമേനിയും ആ കൂട്ടരെയും പൂർണ്ണമായിട്ടും അവഗണിക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും ആ ആക്ഷൻ കാണിക്കുന്നത് അതൊരു ഇൻഡിറക്റ്റ് ആയിട്ടുള്ള ഒരു അവഗണന തന്നെയാണ്. അതിനവിടെ ആ ഒരു ആക്ഷൻ ഇറ്റ് സ്പീക്സ് ലൗഡർ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവിടെ ഇറാനും നമുക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ്, ഇസ്രായേലും നമുക്ക് വേണ്ടപ്പെട്ട രാജ്യമാണ്. ഇനി ഇറാന്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ തന്നെ ഇറാൻ എല്ലാ കാലത്തും ഇങ്ങനെ വളരെ മോശപ്പെട്ട ഒരു രാജ്യമായിട്ടല്ലല്ലോ നിന്നിട്ടുള്ളത്. 79 ശേഷമാണ് ഈ രൂപമാറ്റം ഉണ്ടായി ഇതുപോലെ ലോകത്ത് തന്നെ വെറുക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നത്. പക്ഷേ ആ ഒരു സംഗതി കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് ഈ ഒരു രീതിയിലുള്ള ഒരു നിലപാടെടുക്കുന്നത്. അത് ഭാവിയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ, ഭാവിയിൽ ഒരു ഇപ്പൊ കാണുന്ന കാര്യങ്ങൾക്കൊരു വലിയൊരു മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ ജനങ്ങളിൽ നമ്മളോടുള്ള ആ വിശ്വാസവും നമ്മളോടുള്ള ആ ഒരു അപ്രോച്ചിലും ഒരു മാറ്റവും വരുത്താതിരിക്കാൻ ഇത് ഉപകരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ടത് ഇറാനിയൻ ജനതയോടൊപ്പം ഈ പറയുന്ന മതഭരണകൂടം അവിടുന്ന് ഇറങ്ങി പോകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറം ഇന്ത്യ വളരെ മികച്ച രീതിയിൽ ചില ബിസിനസ് എൻഡേവേഴ്സ് അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ ചില പോർട്ടുകൾ, ചബാർ പോർട്ടും അതുപോലെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. അതുകൂടാതെ മറ്റു പല എണ്ണ വ്യവസായവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെയും ആവശ്യമാണ്. അപ്പോൾ ഡിപ്ലോമസിയിൽ കച്ചവട താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ പീസ് വേണം. ആ പീസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പുറത്തു പോകേണ്ട എലമെന്റ്സ് പോയേ പറ്റുള്ളൂ. കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ നിലവിലെ ആ ഒരു ഇടപെടലുകൾ അത് കുറേയും കൂടി ഒരു മെച്യൂർ ആയിട്ടുള്ള ഇടപെടലാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ ജിബി, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ഇറാൻ വരുതിയിൽ വരുമോ? നേരത്തെ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇറാൻ ജനതയ്ക്ക് ഒരു സർവനാശം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമൊന്നും ആർക്കും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ മുല്ലമാരുടെ ആ നേതൃത്വം അവർക്കെന്തായാലും മാനസാന്തരം ഉണ്ടാവില്ല. പക്ഷേ അവരുടെ തടി സേഫാക്കിയിരിക്കുകയാണ്. ഇപ്പം ബംഗറിൽ ഒളിച്ചിരിക്കുകയാണല്ലോ അയത്തുള്ള ഖമേനിയും ഒക്കെ. അപ്പോൾ ഒരു കീഴടങ്ങലിന് തയ്യാറാകുമോ? മത നേതൃത്വം തയ്യാറാകും എന്ന് കരുതുന്നുണ്ടോ? മറ്റെല്ലാവരേക്കാളും ഈ യുദ്ധത്തിനൊരു അറുതി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെ
പോലുള്ളവർ അല്ലേ? അപ്പോൾ അതിൽ എങ്ങനെയൊരു ഒരു ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്? ഇസ്രായേലിൽ ഭരണമാറ്റം ഉണ്ടാകണമെന്നും അവിടെ വസ്ത്ര സ്വാതന്ത്ര്യം ഉൾപ്പെടെ, അതായത് നമുക്കറിയാം 2016 ഇറാൻ സന്ദർശിച്ചിട്ടുള്ള വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇട്ടുകൊണ്ട് പോയ വേഷം എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ വസ്ത്ര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ഇറാനിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന യുവതലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ ഇറാന്റെ നയത്തോട് ചേരാൻ പറ്റില്ല. ഒരു യഹൂദ ജനത്തെ മുഴുവൻ കൊല്ലുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് മറ്റൊരു ചിന്ത അവർക്കില്ല. ആ ഒരു ചിന്താഗതി മാറ്റുക എന്നുള്ളൂ. യഹൂദനും മനുഷ്യനാണ്, ഇറാനികളും മനുഷ്യനാണ്, കേരളത്തിലുള്ള ഒരു മനുഷ്യനാണ്, എല്ലാവരും മനുഷ്യരാണെന്നൊരു വിചാരം ഉണ്ടാവുക. ഇസ്രായേലിലെ ജനതയ്ക്കും അവർക്കും സ്വാതന്ത്ര്യമുണ്ട്, നിലനിൽപ്പിന് വേണ്ടി അവർക്ക് യുദ്ധം ചെയ്യുന്നുണ്ട്. എന്നാൽ തിരിച്ച് അറ്റാക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ തെമ്മാടിയായി മാറുന്ന ഒരു 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 അവസ്ഥയിലേക്ക് ചില ഡെഫിനിഷൻസും വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇറാന് കീഴടങ്ങുകയല്ലാതെ, ഇറാൻ എന്ന് പറയുന്ന സാധാരണ ജനങ്ങളെയോ അങ്ങനെയുള്ളവരെ അടിച്ചാക്ഷേപിച്ച് പറയുകയല്ല, ഇറാന്റെ ഈ നയത്തോടും ഇറാന്റെ ഈ ഒരു രീതികളോടും ഹിറ്റ്ലർ ഭരണങ്ങളോടും അതൊക്കെ ഒന്ന് മാറി സമാധാനത്തിലേക്ക് വരട്ടെ. നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ജനങ്ങൾ, അത് ഇസ്രായേലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇറാനിലാണെങ്കിലും എല്ലാവരും തുല്യരാണ്, മനുഷ്യജീവന് വാല്യൂ ഉണ്ട് എന്ന സത്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇറാനിൽ സമാധാനം ഉണ്ടാകട്ടെ, ഇസ്രായേലിന് നിലനിൽപ്പിന് വേണ്ടി മുന്നോട്ട് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. ഇതാണ് പ്രാർത്ഥന. ഓക്കെ ഐസൻ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഐസൻ്റെ അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ. തീർച്ചയായും ഒരു നയതന്ത്ര നീക്കത്തിനുള്ള സാധ്യത ഇനിയുണ്ടോ എന്നത് തന്നെയാണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയം, അല്ലെങ്കിൽ ഒരു വിഷയമായി ഉയർന്നു വരുന്നത്. നയതന്ത്ര നീക്കം സാധ്യമാവുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ വിഷയം തന്നെ സംസാരിച്ചതുപോലെ വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ രാജഗോപാൽ സാർ സംസാരിച്ചതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് നയതന്ത്ര ബന്ധം സാധ്യമാവുക. ആ തരത്തിൽ രണ്ട് രാജ്യങ്ങളും ഒന്നിച്ചു ചേരാത്തിടത്തോളം കാലം ഇറാനും ഇസ്രായേലും ഏത് രീതിയിലാണോ ഒരു മേശപ്പുറത്തിരുന്ന് ചർച്ച ചെയ്യുക എന്നത് സംബന്ധിച്ച് ഉടനൊന്നും ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കില്ല. പക്ഷേ ചില മധ്യവർത്തികളെയൊക്കെ ഉപയോഗിച്ച് അത് സാധ്യമാക്കാമെങ്കിലും അത് എത്ര കണ്ട് പ്രായോഗികമായ ഒരു നയതന്ത്ര ധാരണയായി വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും നിലവിലെ സൂചനകൾ വരുന്നതൊക്കെ അനുസരിച്ച് നിലവിലെ എല്ലാ വിവരങ്ങളും നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനൊന്നും ഈ ആക്രമണം അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കുന്നൊരു സാഹചര്യമില്ല. അത് കുറേ കൂടി ശക്തമായ രീതിയിൽ തന്നെ തുടരുകയും അത് ദീർഘകാലത്തേക്ക് നീണ്ടുപോകുമോ ഇല്ലയോ എന്നൊക്കെ വസ്തുതാപരമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ കൂടി വലിയ ഒരു പ്രതീക്ഷയ്ക്കുള്ള വക നയതന്ത്ര തലത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ നിർമ്മൽ, ഭാരതത്തിന് എന്ത് റോള് വഹിക്കാൻ സാധിക്കും? ഞാൻ നേരത്തെ താങ്കളോട് ആ ചോദ്യമാണ് ഉന്നയിച്ചത്. മറുപടി. അതായത് ഭാരതത്തിന് ഇപ്പോൾ ഏറ്റവും ഈ ഒരു യുദ്ധം അവസാനിച്ചാൽ അല്ലെങ്കിൽ ഇറാൻ്റെ സാങ്ഷൻസ് എടുത്ത് മാറ്റിയാൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും അതിന് ശ്രമിക്കും. കാരണം മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ ന്യൂട്രലായിട്ടൊരു സ്റ്റാൻസ് എടുക്കേണ്ടി വരും. കാരണം ഒരു വശത്ത് ഇസ്രായേൽ ടെക് സപ്പോർട്ടും സർവേലൻസ് സപ്പോർട്ടും ഡിഫൻസ് സപ്പോർട്ടും തരുന്നു, മറുവശത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഓയിൽ തരാൻ സമ്മതിച്ചിരിക്കുന്നു. ഏറ്റവും കൂടിയ അല്ലെങ്കിൽ നീണ്ട ക്രെഡിറ്റ് പീരീഡിൽ ഓയിൽ തരാൻ സമ്മതിച്ച ഒരു രാജ്യമാണ്. പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലും സെൻട്രൽ ഏഷ്യയിലും എത്തത്തക്ക രീതിയിലുള്ള ചാബഹ പോർട്ടിന് വേണ്ടിയിട്ടുള്ള അഗ്രിമെൻറ്റും നമ്മൾ അവരുമായിട്ട് ഒപ്പുവെച്ചു. പക്ഷേ ഈ സാങ്ഷൻസ് ആണ് അതിനൊക്കെ തടസ്സം. അതുകൊണ്ട് ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളെക്കാൾ ഈ യുദ്ധം അവസാനിക്കണമെന്നും ഇറാന് മേലുള്ള സാങ്ഷൻസ് എടുത്ത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ അത്രയധികം അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഖത്തറോ അറേബ്യൻ രാജ്യങ്ങളോ ഇത്രയും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള അമേരിക്കയോ ഒന്നും തന്നെ ഇൻവോൾവ് ആയിട്ടും ഡിപ്ലോമാറ്റിക്കലി ഒരു സൊല്യൂഷൻ വരാത്ത ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷയില്ല. രണ്ടാമത് ഇതിന് മുന്നേ വന്ന ചോദ്യത്തിനോട് പറയാം, ഈ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി അനുസരിച്ച് ഇപ്പം ഒരു ലോങ് ഷോട്ട് ഞാൻ പറയാം. കാരണം നേരത്തെ നോർത്ത് കൊറിയയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യ, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ, സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ നോർത്ത് കൊറിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി NPT ഒപ്പുവെച്ച രാജ്യമാണ്. 2003 മറ്റോ അവിടുന്ന് ചാടുക ചെയ്തത്. ഇറാൻ ഇപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ചിലപ്പോൾ ചിന്തിച്ചേക്കാം. കാരണം അവർ ചിന്തിക്കുന്നത് നോർത്ത് കൊറിയ ചാടാനുള്ള കാരണം ഇതാണ്, എന്തുകൊണ്ടാണല്ലോ ഞങ്ങൾ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുന്നു, സാങ്ഷൻസ് വെച്ചിരിക്കുന്നു, പിന്നെ എന്തിന് ഈ NPT ഒപ്പുവെക്കണം. ഇതേ മോഡലിലോട്ട് ഇറാൻ ചിന്തിച്ചു തുടങ്ങിയാൽ അവരും ചിലപ്പം NPTയിൽ നിന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആറ്റമിക് എനർജി ഏജൻസിയുടെ ഓഡിറ്റ് വേണ്ടാന്ന് പറഞ്ഞത്. ഓഡിറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ എൻറിച്ച്മെൻറ്റിനെ കുറിച്ചുള്ള അറിവ് ഇനി പുറത്തോട്ട് വരും. അത് അവർക്ക് അവരുടെ എയിം അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ലോങ് ഷോട്ടോടെ ഇത് കാണുന്നു. നെഗോഷിയേഷന് വരാതെ ഒരുപക്ഷെ മൊത്തത്തിൽ NPTയിൽ നിന്ന് ചാടുക, നോർത്ത് കൊറിയ ചെയ്ത പോലെ ചാടുക, എന്നിട്ട് ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണോ പ്രയോറിറ്റി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് അവരുടെ എയിമായിട്ടുള്ള ഇപ്പം എപ്പോഴും ടെലിവിഷൻ ബൈറ്റ്സിലൊക്കെ പറയുന്ന പോലെ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്ന എയിമുമായിട്ട് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നോർത്ത് കൊറിയയുടെ മോഡൽ അവർ സ്വീകരിച്ചാൽ അവർ NPTയിൽ നിന്ന് ചാടാൻ സാധ്യതയുണ്ട്. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സൊല്യൂഷനിലോട്ട് അവർ വരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ആവർത്തിച്ച് പറയട്ടെ, യുദ്ധം ഒന്നിനും ഒരു
പരിഹാരം അല്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഈ രാഷ്ട്രങ്ങൾ എന്തായാലും വരാൻ തയ്യാറാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം, അങ്ങനെ കരുതാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.